نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. വേദിയിലുള്ള ബഹുമാനനായ PN അബ്ദുൽ ലത്തീഫ് മദനി അവറുകളെ, എൻ്റെ പ്രിയ സുഹൃത്ത് അബ്ദുൽ മലിക് സലഫി, ബഹുമാനനായ ഹുസൈൻ ഹാജി, മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സത്യാന്വേഷികളെ, ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ രണ്ട് സംവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ രണ്ടിലധികം സംവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ കുറെ കാലഘട്ടമായി കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിലേക്കുള്ള ചില സൂചനകളും ചില ബോധ്യപ്പെടുത്തലുകളുമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ സമ്പന്നനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് മക്കളില്ല, അദ്ദേഹത്തിന് കുടുംബങ്ങളില്ല, അയാൾ തനിച്ചാണ്. അദ്ദേഹം ആലോചിച്ചു, എന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ രോഗിയായാൽ എന്റെ സംരക്ഷണവും ആ സംരക്ഷണത്തിനാവശ്യമായ സാമ്പത്തികവുമൊക്കെ അത് മറ്റുള്ളവർക്കൊരു ബാധ്യതയാകും, എന്റെ അയൽക്കാർക്കും നാട്ടുകാർക്കുമൊക്കെ. അതുകൊണ്ട് എല്ലാ മാസവും തനിക്ക് ലഭിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് തന്റെ വരുമാനത്തിന്റെ ഒരേറിയ പങ്കും അദ്ദേഹം സൂക്ഷിക്കാൻ തീരുമാനിച്ച് അദ്ദേഹം തന്റെ വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ അടച്ചിടുന്ന ഒരു റൂമിൽ ഒരു വലിയ കുഴി ഉണ്ടാക്കി. ആ കുഴിയിലേക്ക് ഒരു പാത്രം ഇറക്കി വെച്ചു, അതിന് ചെറിയൊരു ദ്വാരം മാത്രം ബാക്കി വെച്ചു. എന്നിട്ട് എല്ലാ മാസവും, അല്ലെങ്കിൽ എല്ലാ നിലക്കും അദ്ദേഹത്തിന് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന സംഖ്യയും അദ്ദേഹം കൊണ്ടുപോയിട്ട് അതിലേക്കിടും. ഇത് കാലങ്ങളോളം തുടർന്നു. അവസാനം അദ്ദേഹം രോഗിയായി. ആശുപത്രിക്കട്ടിലിൽ നിന്ന് അദ്ദേഹം തന്നെ സംരക്ഷിക്കാൻ വേണ്ടി സഹായ വാഗ്ദാനം ചെയ്തെത്തിയ കുറെ നല്ല മനുഷ്യരിൽ രണ്ടുപേരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ രോഗ ചികിത്സക്കും എന്റെ ശേഷക്രിയകൾക്കുമുള്ള സമ്പാദ്യത്തിലേറെ വിശാലമായ ഒരു ഓഹരി അവിടെ എന്റെ വീട്ടിൽ ഇന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾ അത് എടുത്ത് ഉപയോഗിക്കുക, ബാക്കിയുള്ളത് ഇങ്ങനെയെല്ലാം ചെയ്യുക എന്നവർക്ക് നിർദ്ദേശം കൊടുത്തു. അവര് ആ റൂം തുറന്നു. റൂമിന്റെ ഉള്ളിൽ അദ്ദേഹം പറഞ്ഞ ഭാഗത്ത് ഒരു വലിയ പാത്രം കണ്ടു, ഒരു കലം കണ്ടു. അതിന്റെ ഉള്ളിലെ ക്യാഷ് എടുക്കാൻ വേണ്ടി തുറന്നു നോക്കുമ്പോൾ അവിടെ കുറച്ച് മണ്ണും കുറച്ച് ചെതൽ പുറ്റുകളും തിന്നു തീർക്കാൻ ബാക്കിയുള്ള നോട്ടിൻ കെട്ടുകളുടെ മുകളിലൂടെ സഞ്ചരിക്കുന്ന കുറച്ച് ചെതൽ പുഴുക്കളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സമയം കുറവായതുകൊണ്ട്
ആമുഖം ചുരുക്കാൻ ഞാൻ പറഞ്ഞൊരു കഥയായിരിക്കാം ഇത്. സുഹൃത്തുക്കളെ, ഇങ്ങനെയാകരുത് പരലോകത്തെത്തുമ്പോൾ നമ്മുടെ അമലിന്റെ സ്ഥിതി. ഭൂമിയിൽ മദ്യപിക്കാത്ത, എന്റെ സംസാരം കേൾക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ പറ്റും, സ്ഥിരമായി മദ്യപിക്കാത്ത, സ്ഥിരമായി ലൈംഗിക ബന്ധങ്ങളിൽ ഇസ്ലാം നിശ്ചയിച്ച മാനദണ്ഡങ്ങളെ കാറ്റിൽ പറത്താത്ത, 5 വക്ത് നിസ്കരിക്കണമെന്ന ബോധമുള്ള, ഒരു വക്ത് നഷ്ടപ്പെട്ടാൽ മനസ്സിന് വിഷമമുള്ള, അത്തരം വിശേഷണങ്ങൾക്ക് അർഹരായിരിക്കും മഹാഭൂരിപക്ഷം വരുന്നവർ. ജീവിതത്തിലെ പാളം തെറ്റി സഞ്ചരിക്കുന്നവർ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പാളം തെറ്റി സഞ്ചരിക്കുന്നവനും പശ്ചാത്താപത്തിന്റെ മനസ്സും അവനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയുമുണ്ട്. അയാൾക്കും തിരുത്താൻ ഇത് ഒരു അവസാന സന്ദർഭമായി ഉപയോഗപ്പെടുത്താമെന്ന് ഞാൻ സാന്ദർഭികമായി പറയുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സുഹൃത്തുക്കളെ, ഇങ്ങനെ ജീവിക്കുന്ന നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് നാളെ പരലോകത്ത് ഇതെല്ലാം ഉപകാരപ്പെടും, ഇതെല്ലാം ബാക്കിയുണ്ടാകും. ഞാൻ ചെല്ലുമ്പോൾ എന്റെ വിചാരണയുടെ സമയത്ത് എന്റെ ത്രാസിൽ ഇതെല്ലാം കനം തൂങ്ങുമെന്ന് വിചാരിക്കുന്ന നമ്മൾ ചതൽ പുഴുക്കളരിച്ച, അല്ലെങ്കിൽ തിന്നു തീർത്തുപോയ, അല്ലെങ്കിൽ ബാക്കിയുള്ള നോട്ടുകെട്ടുകളുടെ മുകളിലൂടെ തിന്നു തീർക്കാൻ സഞ്ചരിക്കുന്ന ചതൽ പുഴുക്കളെ കണ്ടതുപോലത്തെ ഒരു സാഹചര്യം നമ്മുടെ അമലുകൾക്കുണ്ടാകരുത്, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾക്കുണ്ടാകരുത്. വിശുദ്ധ ഖുർആൻ നഷ്ടത്തിന്റെയും അതേപോലെ തന്നെ നാശത്തിന്റെയും അത്തരം കാരണക്കാരെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. പ്രവർത്തനങ്ങൾ മുഴുവൻ നഷ്ടമായി പോകുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ വിവരമറിയിക്കട്ടെയോ? അല്ലദീന ളല്ല സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ഭൂമിയിൽ അവരുടെ കർമ്മങ്ങൾ വഴിമാറി സഞ്ചരിക്കുകയും അവര് ഒരുപാട് നല്ല കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ദിക്റിലൂടെയാണ്, അതേപോലെ ദുആയിലൂടെയാണ്, തൗഹീദിലൂടെയാണ്. തൗഹീദിന്റെ കർമ്മകാണ്ഡങ്ങളെ, ജീവിത മണ്ഡലങ്ങളെ അക്ഷരാർത്ഥത്തിൽ കൈപിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സത്യത്തിന്റെ കക്ഷിയാണ്, അഹ്ലുസുന്നയാണ്. ഞാനാണ് സലഫിയത്തിന്റെ ഏറ്റവും വലിയ ആള്, എന്റെ അപ്പുറത്ത് സലഫിയായി ആരുമില്ല എന്നൊക്കെ ചിന്തിച്ച് അവന്റെ മനസ്സിൽ അത് ശൈത്താൻ എക്സാജറേറ്റ് ചെയ്തു കൊടുത്ത് അങ്ങനെ പോകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കുന്ന, വഴിതെറ്റിപ്പോകുന്ന ആളുകൾ, അവരിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്നാണ്. ഉലൈകല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം വലിഖാഇഹി. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും അല്ലെങ്കിൽ അവന്റെ വചനങ്ങളെയും നിഷേധിച്ചവരാണവർ. ഫഹബിതത് അഅമാലുഹും. അങ്ങനെ അവരുടെ കർമ്മങ്ങൾ അത് തകർന്നുപോയി. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. പരലോകത്തെ ഒരു നിലക്കും ഉപകാരപ്പെടാത്ത ഒരു തൂക്കമായി അത് മാറുകയും ചെയ്തു എന്നാണ്. ഈ ആയത്തോതുമ്പോ ഉലൈകല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം എന്നല്ലേ, അതൊക്കെ കാഫിരീങ്ങളെ പറ്റി പറഞ്ഞതല്ലേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇതിന്റെ തഫ്സീറുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുക. എന്റെ നമസ്കാരത്തിന്റെ മുമ്പുള്ള സംസാരം അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് എന്റെ സുഹൃത്തുക്കളോട് ഒരു വാചകം മാത്രം ഞാൻ പറയുന്നു. സംഘടനാ കമ്പാർട്ട്മെന്റുകൾക്കുള്ളിൽ കയറി നിന്ന് മറ്റുള്ളവരുടെ ഒന്നും കേൾക്കാതെ ചെവികൾ രണ്ടും വിരൽ തിരികി ഞാൻ തന്നെയാണ് സത്യം, ഞാൻ മാത്രമാണ് സത്യം, മറ്റൊന്നും സത്യമല്ല എന്ന പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ ശ്വാസം നിലച്ച് 6 ആളുടെ ചുമലിൽ 4 കാലുള്ള കട്ടിലിൽ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി ഇത്തിരി പോന്നൊരു ഹോൾസിന്റെ ഉള്ളിൽ നമ്മെ ചരിച്ചു വെച്ച് മുകളിൽ കല്ലിട്ട് മണ്ണിട്ട് മൂടി തിരിച്ചു പോരുന്നതോടുകൂടെ ആരംഭിക്കുന്ന ജീവിതത്തെ സംബന്ധിച്ചുള്ള ആത്മാർത്ഥമായ ചിന്തക്ക് അവസരമുള്ളവർക്ക് മറ്റൊരുവിധ തെറ്റിദ്ധാരണകളുടെയും ഫ്രെയിമുകളില്ലാതെ ഇവിടെ കേൾക്കാൻ അവസരമുണ്ട്. ഏതെങ്കിലും ഒരു കക്ഷിയെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്നതിന്റെ അപ്പുറത്ത് സ്വയം വിമർശനത്തിന്റെയും സ്വയം വിലയിരുത്തലിന്റെയും സ്വയം തിരുത്തലിന്റെയും രംഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഈ രംഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംവാദങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, ഏറ്റവും അവസാനം നന്ദി സംവാദത്തിന്റെ വേദിയിൽ ഇരുന്നപ്പോൾ, അതിന്റെയും മുമ്പ് അവിടെ ചായ കൊടുക്കുന്ന ആളുകളായിട്ടോ എങ്ങനെങ്കിലൊക്കെ സംവാദങ്ങളുടെ ഓരത്ത് പലപ്പോഴും മീശ മുളക്കുന്ന പ്രായത്തിന്റെ മുമ്പ് പങ്കെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. ആ നിലക്ക് ഈ സംവാദത്തിന്റെ ഏറ്റവും ബാക്ക് സൈറ്റിലിരുന്നപ്പോൾ വ്യക്തിപരമായി ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. അതെന്താ അറിയോ? ബഹുമാന്യരായ മടവൂർ വിഭാഗത്തിലെ സുഹൃത്തുക്കൾ പറയാണ്, നിങ്ങളെടുത്തുള്ള അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, ഞങ്ങൾ തിരുത്തും, ഞങ്ങളത് തിരുത്തിയിരിക്കുന്നു എന്ന് ആ വേദിയിൽ നിന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു പുതിയ മാനസികാവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം നേരത്തെ തെറ്റുകളെ ന്യായീകരിച്ചിരുന്നു എന്നല്ല.
എന്നാലും തെറ്റ് സമ്മതിക്കുന്നതിന്റെ മുമ്പ് അവൻ നമ്മുടെ ആ ആളല്ലേ, ഈ ആളല്ലേ, പരസ്യമായ വേദിയിൽ നിന്ന് തെറ്റ് സമ്മതിക്കേണ്ടതുണ്ടോ എന്നൊരു ചിന്ത ഒരുപക്ഷെ പ്രസംഗിക്കുന്ന ആളെ അരമിനിറ്റ് സ്വാധീനിച്ചിരുന്നുവോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്നിടത്ത് നിന്ന് വളരെ തുറന്ന മാനസികാവസ്ഥയിലായിരുന്നു തീർച്ചയായും ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയാണ്, സംഘടന, കുടുംബം, ബന്ധങ്ങൾ, ഇങ്ങനെ കുറെ ഘടകങ്ങൾ യഥാർത്ഥത്തിൽ സത്യാന്വേഷണത്തിന്റെ മുന്നിലെ നമ്മുടെ വിലങ്ങുത്തടികളായിട്ടുണ്ടോ, ആണോ എന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്. നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനയോടുകൂടെ കാര്യങ്ങളെ പഠിക്കാനുള്ള മാനസികാവസ്ഥയോടുകൂടെ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ സമ്മേളന നഗരിയിൽ പ്രവേശിക്കുക. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം വളരെ പരിമിതമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും സദസ്സ് പൂർത്തീകരിച്ചിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ഈ സമ്മേളന നഗരിയിൽ ഒരുക്കിയിട്ടുള്ള പരിമിതമായ സൗകര്യങ്ങളുടെ അപ്പുറത്ത് ഇവിടെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സീറ്റ് പോലും ഇടയ്ക്ക് ഒഴിഞ്ഞുകിടക്കാത്ത രീതിയിൽ സീറ്റിന്റെ ക്രമീകരണം നിർവഹിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒന്നും വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരും നടത്തുന്ന ചില ആത്മപരിശോധനകളുണ്ട്. അവന്റെ മുന്നിൽ മരണത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കും ആ മലക്കിനെ സഹായിക്കാനുള്ള മലക്കുകളിൽപ്പെട്ട സഹായികളും എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ പരിശോധനയും അന്വേഷണവും ഉണ്ടാകും. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാത്തതൊക്കെ ഇനി ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് എന്റെ സംസാരം ശ്രദ്ധിക്കുന്ന, വളരെ വൈജ്ഞാനികമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ബഹുമാനനായ ഫൈസൽ മൗലവിയുടെ സംസാരം കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മുടെ പരിശോധനകളും നമ്മുടെ അന്വേഷണങ്ങളും ഒരിക്കലും സുഹൃത്തുക്കളെ മരണത്തിന്റെ അവസാന സന്ദർഭങ്ങളിലേക്ക് നീക്കിവെക്കാതെ സ്വയം ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തലുകൾക്കുമുള്ള സന്ദർഭമായി ഇതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. പലപ്പോഴും ഈ അന്വേഷണത്തിന്റെയും ഈ അവലോകനത്തിന്റെയും മുന്നിൽ തടസ്സം നിൽക്കുന്നത്, അല്ലെങ്കിൽ തടസ്സമാകാറുള്ളത്, നമ്മളെ ശൈത്താൻ അതിൽ നിന്ന് തെറ്റിപ്പിക്കാറുള്ളത് ചില ചിന്തകളാണ്. ഉയർന്നു കേൾക്കുന്ന സത്യങ്ങൾ സ്വീകരിക്കാനും അത് നടപ്പിലാക്കാനും പലപ്പോഴും തടസ്സമാകാറുള്ളത് ഞങ്ങളുടെ പൂർവീകരും പൂർവ്വപിതാക്കളും ഞങ്ങളുടെ ബാപ്പമാരും ഉപ്പാപ്പമാരും ഇന്ന കാലഘട്ടങ്ങളിൽ ജീവിച്ചവരുമൊന്നും ആ സത്യത്തിന്റെ കൂടെ നിന്നിട്ടില്ലല്ലോ, അവരാരും അത് അംഗീകരിച്ചിട്ടില്ലല്ലോ, അവരാരും അത് നടപ്പിലാക്കിയിട്ടില്ലല്ലോ, അവരൊന്നും ആ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലല്ലോ, അവരൊന്നും ഇങ്ങനെ പറഞ്ഞവരല്ലല്ലോ. യഥാർത്ഥത്തിൽ അബൂലഹബിനെയും അബൂജഹലിനെയും ഉത്ബത്തിനെയും ശൈബത്തിനെയും ഒക്കെ പറ്റിച്ച ശൈത്താൻ അവരെ അസത്യത്തിൽ തന്നെ തടഞ്ഞു നിർത്തിയ ചിന്തകളിൽപ്പെട്ട ഒരു ചിന്തയാണിത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആയത്തോതി സമർത്ഥിക്കേണ്ടതില്ല. രണ്ടാമത്തെ ഒരു കാര്യം, കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സില്ലായ്മയാണ്. നരകത്തിന്റെ മുന്നിലെത്തി നരകത്തിന്റെ കാവൽക്കാർ കുറ്റവാളികളായ മനുഷ്യരെ നരകത്തിലേക്ക് തട്ടി എറിയുന്നതിന്റെ മുൻപ് കൈകളിൽ ചെങ്ങലകൾ വെച്ച് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായി നരകത്തിന്റെ ആഴികളിലേക്ക് അവർ ആപതിക്കുന്നതിന്റെ മുൻപ് നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി അവര് പറയുന്നത്, മുന്നറിയിപ്പുകാർ വന്നിരുന്നു. അവരുടെ മുന്നറിയിപ്പുകളെയും അവരുടെ സുവിശേഷങ്ങളെയും അവരുടെ മാർഗദർശനങ്ങളെയും അവരുടെ വിലയിരുത്തലുകളെയും അവരുടെ വിമർശനങ്ങളെയും അവരുടെ തിരുത്തലുകളെയും ഞങ്ങൾ അവഗണിച്ചു. എന്നിട്ട് നരകത്തിലേക്ക് മറിഞ്ഞു വീഴുന്നതിന്റെ മുമ്പ് അവസാനം അവർ പറയുന്ന ഒരു വാചകമുണ്ട്, ലൗ കുന്നാ നസ്മഉ വ നഅഖിൽ മാ കുന്നാ ഫി അസ്ഹാബി സഈർ. നമ്മൾ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ, നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ നരകത്തിൽ പ്രവേശിക്കില്ലായിരുന്നു.
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉപയോഗിക്കുന്ന മനുഷ്യബുദ്ധി എന്ന മഹാനന്മയെ, സ്വന്തം ജീവിതത്തിന്റെ സത്യാസത്യങ്ങളെ, സ്വന്തം സ്വർഗത്തിന്റെ, സ്വന്തം ജീവിതത്തിലെ വിജയത്തിന്റെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളുടെ വിഷയത്തിൽ ഉപയോഗപ്പെടുത്താതിരുന്ന പറമ്പ് കച്ചവടത്തിനും അതല്ലാത്ത കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗിച്ച ബുദ്ധി അള്ളാഹുവിന്റെ ദീന് ഗ്രഹിക്കുന്നിടത്തും പഠിക്കാത്തിടത്തും ഉപയോഗിക്കാതിരുന്ന, കേൾക്കാതിരുന്ന മനുഷ്യരുടെ വിലാപങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിച്ചത് അത്തരക്കാരിൽ പെടാതിരിക്കാനും ആ വാചകം പറയുന്നവരുടെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് നരകത്തിന്റെ മുന്നിൽ എത്തിപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാനും വേണ്ടിയാണ്. മറ്റൊന്ന്, നമ്മളെ ചതിക്കുന്ന സത്യാന്വേഷണത്തിന്റെ മുന്നിൽ തടസ്സം നിൽക്കുന്ന മറ്റൊരു കാര്യം നേതൃത്വങ്ങളും നായകന്മാരും സമൂഹത്തിലെ മൂപ്പന്മാരും കുടുംബ രംഗത്ത് നമ്മെ നയിച്ചവരുമൊക്കെയാണ്. അവസാനം അവർക്കെതിരിൽ ശാപ പ്രാർത്ഥനകൾ ഉന്നയിച്ചുകൊണ്ട് അവരെ നീ ശപിക്കണേ റബ്ബേ, അവർക്ക് നീ ഇരട്ടിക്കരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് അന്ധമായ തഖ്ലീദ്, അത് വ്യക്തികൾക്കാണെങ്കിലും സംഘടനകൾക്കാണെങ്കിലും അതല്ല നേതൃത്വങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും സുഹൃത്തുക്കളെ ബാധകമാണ്. അന്ധമായി ആളുകളെ തഖ്ലീദ് ചെയ്ത് അവരൊക്കെ അങ്ങനെയായതുകൊണ്ട് ഞാനും ഇങ്ങനെയാവുകയാണ് എന്ന് തീരുമാനിക്കുന്നവർ, പ്രമാണങ്ങളെ ഇടത്തും വലത്തും വെച്ച് വിശകലനം ചെയ്യാനും പഠിക്കാനും സമയം കൊടുക്കാത്തവർ, അതല്ലെങ്കിൽ ആ പഠനങ്ങളിലൂടെ കണ്ടെത്തുന്ന സത്യങ്ങളെ സ്വീകരിക്കുമ്പോൾ ആ സത്യങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ജീവിതത്തിന് വരുന്ന പരിക്ക്, ജീവിതത്തിന് വരുന്ന പ്രതിസന്ധികൾ, ജീവിതത്തിന് വരുന്ന ബഹിഷ്കരണങ്ങൾ, ജീവിതത്തിലേക്ക് വരുന്ന വിമർശനങ്ങൾ, പരിഹാസങ്ങൾ, അത് ക്ഷമിക്കാനും സഹിക്കാനും അതിനെ എതിരിടാനുമുള്ള മാനസികാവസ്ഥ ഇല്ലായ്മ കൊണ്ട്, പേടികൊണ്ട്, ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ട്, വ്യക്തികളെ പൂജിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ നിലപാട് സ്വീകരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയാണ്, ആരെയാണോ ആദരിച്ചത്, ആരെയാണോ ബഹുമാനിച്ചത്, ആർക്കു വേണ്ടിയാണോ തക്ബീർ വിളിച്ചത്, അവർക്കെതിരിൽ ശാപവാക്കുകൾ ഉന്നയിക്കുന്നവരായി നാളെ പരലോകത്ത് വരേണ്ടി വരുമെന്നാണ്. കൂട്ടുകെട്ടുകളാണ് വേറൊരു തടസ്സം. അങ്ങാടികളിലും അല്ലെങ്കിൽ വീടുകളിലുമൊക്കെ ഒന്നിച്ചെന്നും കാണുന്നവർ അവരെ എങ്ങനെ അവഗണിക്കും, അവരോടെങ്ങനെ പിണങ്ങും, അവനുമായി എങ്ങനെ അവനോടുള്ള ആ ബന്ധങ്ങളെ എങ്ങനെ മുറിച്ചു നീക്കാൻ കഴിയുമെന്ന് ആലോചിച്ചു നിൽക്കുന്നവർ, അവർ നാളെ പറയാണ്, ഞാൻ ഇന്നാലിന്ന എന്റെ കൂട്ടുകാരെ സുഹൃത്തുക്കളായി സ്വീകരിക്കാതിരുന്നെങ്കിൽ, എന്നിട്ട് അവന്റെ കൈവിരലുകൾ അവൻ കടിച്ച് ചമച്ച് ആ കൈവിരലുകൾ കടിക്കുന്നവനായി അവൻ മാറുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇസ്ലാമിക പ്രബോധന രംഗത്ത് മുന്നോട്ടു പോകുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, സത്യങ്ങളെ തിരസ്കരിക്കുന്നിടത്ത് നമ്മളെ ചതിക്കുന്ന മറ്റൊന്നാണ് ഞാൻ എല്ലാമായി, ഞാനാണ് എല്ലാറ്റിന്റെയും ആള്, എനിക്കെല്ലാമായിട്ടുണ്ട്, ഞങ്ങൾ എല്ലാറ്റിനും പോന്നവരാണ്, അല്ലെ, ഇതൊക്കെ ചെയ്തു കൂട്ടിയത് ഞാനാണ്, ഇതിന്റെ ഒക്കെ ആള് ഞാനാണ് എന്ന ചിന്തയും യഥാർത്ഥത്തിൽ പരാജയങ്ങളിലേക്കും നഷ്ടങ്ങളിലേക്കും എത്തിക്കുന്നതാണ്. പിന്നെ യുദ്ധ ദിവസത്തെ അനുഭവങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ വിശ്വാസി സമൂഹത്തെ ആ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ രൂപത്തിൽ ഞാനിത് പറഞ്ഞു നിർത്തിയത് എന്തിനാണെന്നറിയോ? നമ്മൾ പരിശോധിക്കണം, ഇതിലേതെങ്കിലും ഒരു ഘടകം സത്യങ്ങളെ അന്വേഷിക്കുന്നിടത്ത് എനിക്ക് തടസ്സം നിന്നിട്ടുണ്ടോ? പിതാക്കന്മാർ അങ്ങനെയായതുകൊണ്ട് ഞാനില്ല എന്ന് ഏതെങ്കിലും വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടോ? കേൾക്കൂല, ഞാൻ പഠിക്കൂല, എനിക്കവരത് കേൾക്കേണ്ടതില്ല എന്ന സമീപനം മനസ്സിലുള്ളത് കൊണ്ട് സത്യാന്വേഷണത്തിന് തടസ്സം വന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇന്ന ആളുകളൊക്കെ നേതാക്കന്മാരൊക്കെ ഇന്നയിടത്തല്ലേ, അവർക്കൊക്കെ പിഴവ് പറ്റുമോ എന്ന് വിചാരിച്ച് അവരോടുള്ള അമിതമായ സ്നേഹവും അവരോടുള്ള അമിതമായ ഭക്തിയും കാരണം നമുക്ക് കാര്യങ്ങളെ ഗ്രഹിക്കുന്നിടത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാര്, അവരോടുള്ള സ്നേഹം, അവരോടുള്ള അടുപ്പം, അത് നമുക്ക് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ അറിയാതെ നുരഞ്ഞു പൊങ്ങിയ അഹംബോധം, അഹങ്കാരം, എല്ലാറ്റിനും ഞാൻ മതി, ഞാനാണിത് നയിച്ചത്, ഞാനാണിത് നടത്തിയത്, ഞാൻ അവഗണിക്കപ്പെടുന്നു, ഞാൻ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന ഇത്തരം ചിന്തകൾ നമ്മെ നശിപ്പിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്നത് വളരെ ശക്തമായ വിലയിരുത്തലുകൾക്കും വിമർശനങ്ങൾക്കും വിധേയമാക്കേണ്ടതാണ്. പറയുമ്പോൾ ചില വരികൾ നിങ്ങളുടെ മനസ്സിൽ തറക്കുന്നുണ്ടെങ്കിൽ, പറയുമ്പോൾ ചില വാചകങ്ങൾ നമുക്ക് പരിക്കേൽക്കുന്നുണ്ടെങ്കിൽ, അതാരെയും ടാർഗറ്റ് ചെയ്തതല്ലെന്നും തിരുത്താനുള്ള അവസാനത്തെ അവസരമാണിതെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്തത്, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അത് ഇന്നാളെ സംബന്ധിച്ചായിരിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്നെ സംബന്ധിച്ചാണ് എന്ന് സ്വയം ചിന്തിക്കാനുള്ള അവസരങ്ങൾ സുഹൃത്തുക്കളെ നമുക്കുണ്ടാവുക. ഇവിടെ രക്ഷപ്പെടാൻ പറ്റിയപ്പോ മാത്രമാണ് നിങ്ങൾക്ക്
രക്ഷപ്പെടാൻ പറ്റുക നിലപാടുകൾ പ്രമാണങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ്. മോങ്ങം പ്രദേശത്തുള്ള എന്റെ ബഹുമാനരായ കാരണവന്മാരോടും മുജാഹിദ് പ്രസ്ഥാനത്തിൽ സുദീർഘമായൊരു കാലഘട്ടം ഒന്നിച്ച് പ്രവർത്തിച്ചവരോടും ഞങ്ങളൊക്കെ ആദരിച്ചവരോടും ഞങ്ങളെ സ്നേഹിച്ചവരോടും ചില കാര്യങ്ങൾ എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, സുഹൃത്തുക്കളെ, ജിന്ന്, സിഹിർ, പിശാച് അല്ലെങ്കിൽ കുനൂത്ത്, കൂട്ടപ്രാർത്ഥന, ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾക്കിടയിൽ തർക്കത്തിലുള്ള മസലക്ക് മാത്രമുള്ളതല്ല പ്രമാണം. പ്രമാണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സമ്പൂർണമായ മേഖലകളിലേക്കുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ പൂർണ്ണമായി നിങ്ങൾ പ്രവേശിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, വിശ്വാസികളെ ഇനിയും നിങ്ങൾ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞത് മലകളെപ്പോലെ പ്രതിസന്ധികൾക്ക് മുന്നിൽ പിടിച്ചു നിന്ന മഹാമനുഷ്യരോടാണെന്നത് നമ്മൾ വിസ്മരിക്കാതിരിക്കണം. അതുകൊണ്ട് പ്രമാണങ്ങളിൽ നിന്നാകണം നമ്മൾ ദീന് സ്വീകരിക്കേണ്ടത്. പ്രമാണങ്ങളിൽ നിന്ന് ദീന് സ്വീകരിക്കണം എന്ന് കേരളത്തിലെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിച്ച ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പ്രമാണങ്ങളെ മാറ്റിവെച്ച് പക്ഷിപ്പാട്ടിലേക്കും അതേപോലെ തന്നെ മാലക്കിതാബുകളിലേക്കും കൊണ്ടുപോയവർ പക്ഷിപ്പാട്ടുകളിൽ നിന്നും മാലക്കിതാബുകളിൽ നിന്നും കെട്ടുകഥകളിൽ നിന്നും തെളിവുദ്ധരിച്ചിരുന്നവർ അവർ ക്രമേണ പ്രമാണങ്ങളിലേക്ക് വന്നപ്പോൾ മുസ്ലിം സമൂഹം അടുത്ത പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. ആ പ്രതിസന്ധി എന്താ? ആ പ്രതിസന്ധി അവര് വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ദുർവ്യാഖ്യാനിച്ചതും വെട്ടിമുറിച്ചതും അതേപോലെ തന്നെ കൃത്രിമങ്ങൾ കാണിച്ചതുമായിരുന്നു. ഇല്ലാത്ത ആയത്തുകൾ ഉണ്ടാക്കി, ഇല്ലാത്ത ആയത്തുകൾ വിശുദ്ധ ഖുർആനിന്റെ പേരിൽ കെട്ടിച്ചമച്ചു. നബിയെ, അങ്ങുണ്ടായിരുന്നില്ലെങ്കിൽ ലോകമുണ്ടാകുമായിരുന്നില്ല, ബ്രാക്കറ്റിൽ വീക്കു. അപ്പൊ ചോദിച്ചു, ഉസ്താദെ ഖുർആനിലെ ഏതായത്താണ്? അപ്പൊ പറഞ്ഞത് വിശുദ്ധ ഖുദ്സിയായ ഹദീസാണ്. എന്നാ വിശുദ്ധ ഖുദ്സിയായ ഹദീസിൽ എവിടെ ഉസ്താദെ? അപ്പൊ പിന്നെ അതിന് ഉത്തരല്ല അല്ലെ? മൈക്രോഫോൺ കൈമാറപ്പെട്ടു. ഇനി ഉള്ള ആയത്തിന്റെ അർത്ഥം മോഷ്ടിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിലെ മാത്രം മോഷ്ടിച്ചു. ഇനിയോ ഉള്ള ആയത്തിന്റെ ഹർക്കത്ത് തിരുത്തി, അതിന്റെ ആശയം തിരുത്തി. ഇങ്ങനത്തെ കൃത്രിമങ്ങൾ നടന്നപ്പോൾ മുസ്ലിം സമൂഹം വീണ്ടും പ്രതിസന്ധിയിലായിരുന്നു. പക്ഷേ ആ പ്രതിസന്ധിയിൽ അവർക്ക് പരിഹാരത്തിന്റെ തുരുത്തായത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാന പ്രക്രിയയുമായി മുന്നോട്ടു പോകുന്ന മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹ് മാസിക, അതിന്റെ അണിയറ പ്രവർത്തകർ, പ്രഭാഷകർ, അവർ സമൂഹത്തിലേക്ക് കൃത്യമായി ഇറങ്ങി. ഇതാ ഖുർആൻ തിരുത്തിയിരിക്കുന്നു, ജൂതന്മാരെടുത്ത പണി എടുത്തിരിക്കുന്നു. അതുകൊണ്ട് 100ഉം 200ഉം മഹല്ലുകളുടെ ഖാളി സ്ഥാനത്ത് നിൽക്കുന്നവരെ കൊണ്ട് പറയിപ്പിച്ചു ആ ചെയ്തത് തെറ്റാണ് എന്ന്. പക്ഷേ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് വേദനയോടുകൂടെ പറയുന്നു, വേലി തന്നെ വെള്ളതെന്ന് തുടങ്ങിയാൽ നമ്മൾ എന്തു ചെയ്യും? വേലി തന്നെ വെള്ളതെന്ന് തുടങ്ങിയാൽ നമ്മൾ എന്തു ചെയ്യും? സമസ്തയിലെ പണ്ഡിതന്മാരെടുത്തിരുന്ന പണി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരകളിലുള്ളവർ എടുക്കുന്നിടത്തെ കഥപ്പതിച്ചു എന്നതാണ് 2012 ഉണ്ടായ പ്രതിസന്ധികളുടെ ദുരന്തമെന്നത് ഞാൻ പറയുമ്പോൾ ഇത്ര പോന്നൊരു പയ്യൻ വന്ന് നേതൃനിരയിലെ ആളുകളെ വിമർശിക്കുകയാണോ എന്ന ചോദ്യമുണ്ടാകും. ഒറ്റ ഉത്തരേ എനിക്ക് പറയാനുള്ളൂ. അതെന്താണെന്നറിയോ? തഖ്ലീദിനെതിരെയുള്ള ശബ്ദം മുജാഹിദുകൾക്ക് പ്രസംഗവേദിയിൽ ഡയലോഗ് അടിക്കാനുള്ളതല്ല, അത് നടപ്പിലാക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ളതാണ്. വ്യക്തികളോടുള്ള അടുപ്പവും വ്യക്തികളോടുള്ള സ്നേഹവും അതിന്റെ മാനദണ്ഡങ്ങളും ഇസ്ലാം പണ്ടേ നിശ്ചയിച്ചിട്ടുണ്ട്, നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്, ഉണ്ടല്ലോ, വളരെ കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉള്ള സദസ്സിൽ അതാ ചില ആളുകൾ ഉമർ റളിയല്ലാഹുവിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെയും ഒക്കെ വാക്കുകളും വാചകങ്ങളും ഇങ്ങനെ എടുത്ത് ഉദ്ധരിക്കുമ്പോ പ്രമാണവിരുദ്ധം പോലുമല്ല. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ അവരെ ഓർമ്മിപ്പിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് മേൽ ഇടിത്തീ വരുന്നതിനെ ഞാൻ പേടിക്കുന്നു. ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്നിടത്തുനിന്ന് മറ്റുള്ളയിടത്തേക്ക് പോകുമ്പോൾ സൂക്ഷ്മത പാലിക്കണം എന്ന് പറഞ്ഞ മാനസികാവസ്ഥയാണ് വ്യക്തികളോടുള്ള ബന്ധത്തിന്റെയും അടുപ്പത്തിന്റെയും കാര്യത്തിൽ നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയാണ്, സമസ്തക്കാര് ചെയ്ത ദുർവ്യാഖ്യാനങ്ങളെയും അവർ ചെയ്ത അട്ടിമറികളെയും സമൂഹത്തിൽ ചോദ്യം ചെയ്യുകയും അത് തിരുത്തുകയും സമസ്തയിലെ സാധാരണക്കാര് പ്രസംഗം കഴിഞ്ഞു പോകുമ്പോൾ ഉസ്താദേ നിങ്ങൾക്ക് നന്ദിയുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവർ, സുഹൃത്തുക്കളെ, ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നിടത്തേക്കാണ് പോകുന്നത്. ഇത് ഞാനിവിടെ 1-2 സാമ്പിളുകൾ എടുത്തുകൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയോ? മോങ്ങത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുടനീളമുള്ള
ലോകത്തെമ്പാടും നമ്മുടെ ഒന്നിലധികം റേഡിയോകളിലൂടെയും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും ഒക്കെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പല സുഹൃത്തുക്കളും നിലപാടെടുത്തത് നദുവത്തുൽ മുജാഹിദീന്റെ പേര് മാത്രം അവശേഷിക്കുന്ന സ്റ്റേജുകളിൽ നിന്ന് കേട്ട ആയത്തിന്റെ വെളിച്ചത്തിലാണെങ്കിൽ, ഹദീസിന്റെ വെളിച്ചത്തിലാണെങ്കിൽ, 2002 പിരിഞ്ഞുപോയ സുഹൃത്തുക്കൾ, അവര് മടവൂർ വിഭാഗത്തിലെ അംഗങ്ങൾ അവരോധിയ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അവരുന്നയിക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അവരുന്നയിക്കുന്ന ആയത്തുകൾ, അവരെടുത്ത് ധരിക്കുന്ന ഹദീസുകൾ ഒന്നുകൂടി പരിശോധിച്ചതിന്റെ ശേഷം മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ഇത് ഒരിക്കലും അവരെ അവഹേളിക്കാനോ ഇല്ലാതാക്കാനോ പറയുന്നതല്ല. മറിച്ച് എന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന എന്റെ സുഹൃത്തുക്കളോട് എനിക്കുള്ള നസീഹത്തും എന്റെ ബാധ്യതയുമാണ്. സുലൈമാൻ സഖാഫി ആയത്തുദ്ധരിക്കുമ്പോൾ എടുത്തു പരിശോധിക്കുമെങ്കിൽ കാരണം എന്താണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ചില കോട്ടിമാട്ടലുകൾ പിടികൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. എങ്കിൽ സമാനമായ അനുഭവങ്ങൾ ഇവിടെയും ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഡയലോഗ് അടിച്ചു പോകല്ല, ഞാൻ തെളിവ് ഹാജരാക്കുന്നു. ബഹുമാന്യരായ നമ്മുടെ നേതൃത്വം അവർക്ക് ഈ വിഷയം വിശദീകരിക്കാൻ പറ്റുന്ന ആളുകളെ ഇങ്ങോട്ട് വിടട്ടെ, അവർ വിശദീകരിക്കട്ടെ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, കേരളത്തിൽ 100 കണക്കിന് വേദികളിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു സ്ഥലത്ത് പോലും ഒരു പ്രതികരണം പോലും യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു വേദിയിൽ ഇതിനുള്ള പ്രതികരണം വന്നിരുന്നുവെങ്കിൽ ആ വന്ന സ്ഥലവും ആ വന്ന പ്രഭാഷകനും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ഡിസ്കും അത് വ്യക്തിപരമായി ഫോണിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ചാറ്റിങ്ങിലൂടെയോ അതല്ലെങ്കിൽ കത്ത് മുഖാന്തരമോ എന്നെ അറിയിക്കണമെന്ന്, ഞങ്ങളുടെ പ്രഭാഷകരെ അറിയിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം ഉണർത്തുകയാണ്. കാരണം ഇത് തെറ്റാണ്, ഇത് വീഴ്ച പറ്റിപ്പോയതാണ്, ഇത് തകരാറാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെടുത്തുദ്ധരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. കാരണം സംഘടന വളർത്താനല്ല ഞങ്ങൾ തെളിവുകൾ ഉദ്ധരിക്കുന്നത്, സംഘടന വളർത്താനല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, മനുഷ്യരെ തിരുത്താനും അവർക്ക് സ്വർഗം കൊടുക്കാനുമാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, KNM എന്നും നിലനിൽക്കുന്നുള്ളതിനുള്ള ഒരു തെളിവ് നിങ്ങൾ കേട്ടോളൂ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പരമവിശിഷ്ടരായ പ്രവാചകവര്യന്മാർ മുഴുവൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ഏത് സന്ദർഭങ്ങളിലും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ജിന്നവിവാദക്കാർ മനസ്സിലാക്കേണ്ടത് അവിധമായ വാദങ്ങളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ്. ഖുർആൻ പറയുന്നത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹുവാണ് ഈ പ്രസ്ഥാനത്തെ ഇവിടെ ഈ പരിശുദ്ധ ഖുർആനിനെയും ഈ പ്രസ്താവനയും ഈ കാര്യങ്ങളെയും അല്ലാഹുവാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് പോയാലും ആര് വന്നാലും ഈ പ്രസ്ഥാനത്തെ അല്ലാഹു തആല സംരക്ഷിക്കുമെന്ന് ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ തഫ്സീർ എന്നുകൊണ്ട് ഉദ്ധരിക്കും. അത് ഏത് തഫ്സീർ പറഞ്ഞതാണ്, എവിടെ പറഞ്ഞതാണ്? മുജാഹിദുകൾ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് വേദിയിലൊക്കെ പറയുന്നവർ, ഞങ്ങൾക്കത് വേദനിച്ചു. സംവാദ രംഗത്ത് തുടർന്നു പോരുന്ന രീതികളിൽ നിന്ന് ഞങ്ങൾ മാറി ചിന്തിച്ചു. ഞങ്ങളുടെ പണ്ഡിതന്മാർ, വിശേഷിച്ച് ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തി, അദ്ദേഹം ബന്ധപ്പെട്ടവരോടുള്ള ശൂറയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കെതിരിൽ ആയത്ത് ദുർവ്യാഖ്യാനം വന്നപ്പോൾ ആ ആയത്ത് മാത്രം വെച്ച് ചർച്ചയ്ക്ക് റെഡിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടറിയോ? അത് ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്കാണ് സമൂഹത്തിന്റെ മുന്നിൽ. അത് സത്യസന്ധമല്ലാത്ത ആരോപണമാണ്. അതുകൊണ്ട് അത് തെളിയിച്ചു തരികയും ചെയ്തു. അത് പത്തപ്പരിയം സംവാദം കണ്ടവർക്ക് അറിയാൻ പറ്റും. എങ്കിൽ ഇങ്ങനത്തെ 5 ആയത്തുകളിലുള്ള ദുർവ്യാഖ്യാനമാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ ലേബലിൽ ആ പേരിൽ നടക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പറയാണ്, ഇതേ ആയത്ത് സമസ്ത നിലനിൽക്കുന്നുള്ളതിന്റെ തെളിവായി ഹസനി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേ ആയത്ത് ഹസനി അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞ സമസ്തയാണല്ലോ, ആ സമസ്ത നിലനിൽക്കുന്നതിന് ഹസനി ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോളൂ. എന്താ ഉസ്താദേ, ഞങ്ങളെ തൗഹീദ് ഇങ്ങനെ മാറുകയാണ്, ഞങ്ങളിപ്പോ ഇവിടെ ഉള്ളത് മുജാഹിദിനെ അറിഞ്ഞുകൂടാ, വല്ലാത്ത ഒരു സമയം. സഹോദരന്മാരെ, മനുഷ്യനിർമ്മിത പ്രസ്ഥാനത്തിന് ഒരിക്കലും ദീർഘായുസ് ഉണ്ടാകൂല. ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ സുന്നത്ത് ജമാഅത്തിനെ, ദീനുൽ ഇസ്ലാമിനെ നമ്മളാണ് അവതരിപ്പിച്ചത്. അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തുന്ന ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് നന്നാകണം, അതിനായി പറയുന്നത്.
അപ്പൊ ശരിക്കും ആരെ സംരക്ഷിക്കുക? സുഹൃത്തുക്കളെ, ആ ദിക്ർ എന്താ? അമാനി മോലിന്റെ പരിഭാഷ എടുത്ത് കിട്ടൂലേ? നമ്മള് പള്ളിയിലുണ്ടാവൂലേ പരിഭാഷ, എടുത്തു വായിക്കുക. അവിടെ KNM-നെ സംരക്ഷിക്കുന്ന, വിശുദ്ധ ഖുർആനിനെ സംരക്ഷിക്കുന്നതാണ്. ഇനി നിങ്ങൾ പറയൂ, ഇങ്ങനെ ഒരു ആയത്തിന് ദുർവ്യാഖ്യാനുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. KNM-ന്റെ സ്റ്റേജിൽ നിന്ന് ഓതിയ ആയത്തത് ഏത്? ഇത്തരം ആയത്തുകളുടെ വെളിച്ചത്തിലാണ് പുതിയ വിവാദത്തിൽ നിങ്ങൾ നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് പുനഃപരിശോധിക്കുക. ഇനി പേരോട് മാത്രം എടുത്ത കൊട്ടപ്പുറത്ത് കാന്തപുരം എടുത്ത പണി എടുക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. ആയത്ത് നടുക്ക മുറിക്കാണ്, കണ്ടോളി. അതുപോലെ സിഹ്ർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. അതുപോലെ സിഹ്ർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ നസ്സാ. ഇങ്ങനെ ഒരു നസ്സ് ഖുർആനിലുണ്ടെങ്കിൽ അതൊന്നും തരും. ഇങ്ങനൊരു നസ്സ് ഖുർആനിലില്ല. ഇത് കാന്തപുരെടുത്ത പണിയാണ്. ഇതിന്റെ ബാക്കിയും കൂടി ഉണ്ട്. അപ്പോഴാ നസ്സ് പൂർത്തിയാവുള്ളൂ. കാന്തപുരത്തോട് അവിടെ നിർത്തി. ബാക്കി എന്താ? ബാക്കി ഓതുമ്പോഴാണ് ഈ സുആൽ ഏതാണ്, ഈ ചോദ്യം ഏതാണെന്ന് മനസ്സിലാവുക. എന്താ? ഒരാളെയും ഉപദ്രവിക്കാൻ കഴിയുകയില്ല സിഹ്ർ കൊണ്ട്, ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ എന്നാണ് അല്ലേ? മൻദല്ലദി യശ്ഫഅ ഇൻദഹു, ആർക്കാണ് ശുപാർശ ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് ശുപാർശയില്ല. ശുപാർശ എന്നൊരു പരിപാടി പരലോകത്തില്ല. മൻദല്ലദി യശ്ഫഅ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി എന്ന് ബാക്കിയുണ്ട്. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ആർക്കാണ് ശുപാർശ പറ്റുക? അള്ളാഹുവിന്റെ പ്രത്യേക അനുമതിയും സ്ഥാനവുമാണ് അവിടുത്തെ ശുപാർശ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുന്ന ശുപാർശ അല്ലേ? അപ്പൊ ആയത്ത് നടുക്ക മുറിച്ചുദ്ധരിച്ച് നിലപാട് പഠിപ്പിച്ച് ആ നിലപാടനുസരിച്ചാണ് പോകുന്നത്. ഒരു പ്രസ്ഥാനം 100 ആണ്ട് പൂർത്തിയാക്കിയപ്പോൾ ആ പ്രസ്ഥാനം എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടോ അവിടുന്ന് മാറിപ്പോയതാണ് അനുഭവം. 2002 പിരിഞ്ഞുപോയവരോ അവരുമായി സംവാദത്തിൽ ഏർപ്പെടാനുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു കാരണം ഇതായിരുന്നു. വളരെ വിശദമായി നന്ദി സംവാദത്തെ കേരളത്തെ പല സ്ഥലങ്ങളിലും അവലോകനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ചില ഏരിയകളിലേക്ക് ഇവിടെ ഞാൻ വരികയാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും അതേപോലെ തന്നെ CD-യിൽ നിന്നും അത് കേൾക്കണമെന്ന് ഞാൻ എന്റെ സുഹൃത്തുക്കളെ പ്രത്യേകം ഉണർത്തുകയാണ്. നന്ദി സംവാദത്തിലെ ഞങ്ങൾ ചോദിച്ച 3-ാമത്തെ ചോദ്യം നിങ്ങൾ കേട്ടോളൂ. 3-ാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ കെട്ടിപ്പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചോദ്യം മൻഹജിൽ തന്നെയാണുള്ളത്. എന്താ 3-ാമത്തെ ചോദ്യം? ഖുർആന്റെ പേരിലൊന്നും കെട്ടിപ്പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നാണ്. ഇതൊരു മുജാഹിദ് ടീമിനോട് ചോദിക്കേണ്ട ചോദ്യമല്ല. കാരണം KM മൗലവി ഉണ്ടാക്കിയ സംഘടനയുടെ പിൻഗാമികളാണെങ്കിൽ ആ പണി ചെയ്യൂല, ആ ഏർപ്പാട് എടുക്കൂല. അതുകൊണ്ട് കെട്ടിണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഉപരി ഇല്ല എന്ന് പറഞ്ഞു. കെട്ടിണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവിടെ സമ്മതിച്ചാ പിന്നെ സംവാദത്തിന്റെ ആവശ്യമില്ലല്ലോ. ആൾക്കാർ പിരിഞ്ഞൂലേ? ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാവോ കൂടെ? ആരെങ്കിലും നോട്ടീസ് കൊടുക്കാൻ പിന്നെ ഉണ്ടാകൂല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഉത്തരം നിങ്ങൾ കേട്ടോളൂ. ഖുർആനിൽ ഇല്ലാത്ത വല്ല കാര്യങ്ങളും ഖുർആനിനെ ഉള്ളതായി അല്ലെങ്കിൽ ഖുർആനിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആ പണിയുമില്ല. ഖുർആനിൽ ഇല്ലാത്തത് ഖുർആനിലേക്ക് ചേർക്കുന്ന പണിയില്ല, ഖുർആനിലുള്ളത് എടുത്തു കളയുന്ന പണിയുമില്ല. 2 പണി മൂപ്പർക്കില്ല. എന്നാൽ ആ പണിയുണ്ട്, 2 പണിയുണ്ട്. മൂപ്പരാണ് ആ ചോദ്യട്ടെന്ന്. ഇവിടെ ഒരു പണി നമ്മൾ ചോദിച്ചിട്ടുള്ളൂ, 2 പണിയുണ്ട് എന്ന് സംവാദത്തിൽ ഞങ്ങൾ തെളിയിക്കുന്നുണ്ട്. ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താ? അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു പണിയില്ല. അപ്പൊ പണിയുണ്ട് എന്ന നിലയ്ക്ക് ആ തെളിവ് അബ്ദുൽ മലിക് സലഫി കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ മൗലവി, മറുപടി ആവണം. എന്റെ ചോദ്യം എന്താ അവിടെ? അള്ളാഹുന്റെ ഖുർആനിൽ പറഞ്ഞ് പറയാത്ത ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ടോന്നാ നിങ്ങൾ പറഞ്ഞു. ഇല്ല. എന്നാ കേട്ടോ തെളിവ്? ഞങ്ങളിത് വെറുതെ ചോദിക്കണമെന്നില്ല, എന്നൊക്കെ തെളിവ് കേട്ടോ. എന്റെ സാധാരണക്കാർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇവിടെ സംഗീതം വേണം, മ്യൂസിക്കും വേണം, സിനിമയും വേണം, തോന്നിവാസം വേണം. അതിനൊക്കെ നിങ്ങൾ വേറെ തെളിവുണ്ടാക്കിക്കോ. അള്ളാന്റെ ഖുർആൻ തെളിവുണ്ടാക്കണ്ട. എന്താ നിങ്ങൾ എഴുതി വിട്ടത് കേട്ടോ? വിശ്വാസവും പുണ്യകർമ്മങ്ങളും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഓ മൗലവി സാഹിബേ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങനെ ഒരു ആയത്ത് അള്ളാഹുന്റെ ഖുർആനിൽ കാണിക്കാൻ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അള്ളാഹുന്റെ ഖുർആനിന്റെ പേരിൽ എന്ന ആയത്താണ് നിങ്ങൾക്ക് വിറ്റാകുന്നത്. അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ പച്ചക്കള്ളം.
അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ പച്ചക്കള്ളം നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി എന്ന് പറഞ്ഞു, തെളിവും കൊടുത്തു. പക്ഷേ മൂപ്പരയിമ തൊടുന്നില്ല. മൂപ്പര അടുത്ത മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയത് എന്തേ വായിക്കാത്തത്? നിങ്ങളത് കയ്യിൽ നേരത്തെ വാങ്ങി, ഇപ്പൊ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ വായിച്ച സംഗതി അതിന് പൂർണ്ണമായി വായിച്ചുതരാം. സംഗീതവും സംഗീതോപകരണങ്ങളും നിഷിദ്ധമാണെന്ന് പറയുന്നവർ വ്യക്തമായ തെളിവ് കൊണ്ടുവരണം. അനുവദനീയമാണെന്ന് വാദിക്കുന്നവർക്ക് നാം മുകളിൽ ഉദ്ധരിച്ച അടിസ്ഥാന തത്വത്തിന്റെ തെളിവ് തന്നെ ധാരാളം മതി. എന്നാൽ ഇവ പുണ്യകർമ്മമാണെന്നും മതത്തിലെ ഒരു ആചാരമാണെന്നും വല്ലവനും വാദിക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ പ്രത്യേകമായ തെളിവ് തന്നെ ഹാജരാക്കണം. കേവലം അനുവദനീയമാണെന്ന് പറയുന്നവന് തെളിവ് ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൽ സംഗീതവും സംഗീതോപകരണങ്ങളും നിഷിദ്ധമാണെന്ന് പറയുന്നില്ല. വിശ്വാസവും പുണ്യകർമ്മങ്ങളും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ബാക്കി കൂടി കേട്ടോ. ദാവൂദ് നബി അലൈഹി സ്വലാമൊക്കെ അള്ളാഹു നൽകിയ വേദഗ്രന്ഥമായ സബൂർ സംഗീതമായിരുന്നു. നബിയുടെ സുഹാബിമാരും മദ്ഹബിന്റെ ഇമാമുകളും പാട്ടുപാടി അതിന് ധാരാളം ഹദീസുകളും ചരിത്ര സംഭവങ്ങളും കാണാം. യാതൊരു സംഗീതോപകരണങ്ങളും ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സുഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ടുപാടാറുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ചുകൊണ്ടാ ഓർത്തത്. അപ്പോ ഒരു വിഷയത്തിന്റെ പൂർണ്ണഭാഗം എടുക്കാതെ അതിലെ കഷ്ടം മാത്രം എടുത്ത് ഖുർആൻ സംഗീതം അനുവദിക്കുന്നു എന്ന ഒരു വാചകം മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഖുർആൻ ഇല്ലാത്തത് പറയുന്നു എന്നാണ് കണ്ടുപിടുത്തം. അതാ ഞാൻ അവിടെ കൃത്യമായി പറഞ്ഞത്. ഇത് വായന മത്സരാണ്. അപ്പോ അബ്ദുൽ മലിക് സലഫി കൃത്യമായി വായിച്ച് സമർത്ഥിച്ചു കൊടുത്തത് അടുത്ത ചാൻസിൽ മുപ്പര് തൊട്ടില്ല. അതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി വിചാരിച്ചത്. എന്തോ ഒരു ടെക്നിക്കൽ ട്രബിൾ വന്നിട്ട് തൊട്ടില്ല. തൊടാതിരുന്നപ്പോ മാലിക് സലഫി ചോദിച്ചു, എന്താ നിങ്ങൾ ഞങ്ങളോട് വാങ്ങിയിരുന്നല്ലോ, ആ ബുക്ക് ഒന്ന് തരീന്ന് പറഞ്ഞു വാങ്ങിയിട്ട് ഇത് വായിച്ചു നോക്കുമ്പോ എന്താന്ന് വെച്ചത് എടുക്കാൻ പറ്റാത്ത സാധനം അവിടെ തന്നെ വെച്ചു. അബ്ദുൽ മലിക് സലഫി എന്ത് ചെയ്തെന്നറിയോ, അത് വാങ്ങിയിട്ട് അദ്ദേഹം വായിച്ചു കഴിഞ്ഞപ്പോ അത് പൊളിച്ചെടുത്തു. നിങ്ങൾ വായിച്ചതിൽ ഉത്തരമായിട്ടില്ല, വായിച്ചു പോയത് കൊണ്ടായില്ല എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വായന പൊളിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. ഞാൻ ഒന്നും കൂടി വായിച്ചു തരാം, എന്താ കേട്ടോളി. നിങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയില്ല. വിശ്വാസവും പുണ്യകർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ആ ആയത്തോതാണ് ഞാൻ പറഞ്ഞത്. ഇത് വായിക്കാനല്ല, ആ ആയത്തോത്. ഇല്ലെങ്കിൽ തെറ്റാന്ന് പറ. തെല്ലി ചെക്കിബിറല്ലി ആയത്തോത് മൗലവി. അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞതിനെ അള്ളാഹുന്റെ ഖുർആനിൽ പറയാത്ത കാര്യം അള്ളാഹുന്റെ ഖുർആൻ നിങ്ങൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ട്. അതാണ് വ്യതിയാനം. അത് തന്നെയാണ് വ്യതിയാനം. ആ വ്യതിയാനമാണ് ഞങ്ങള് പൊളിച്ചടുക്കിയത്. ഏതാണെങ്കിലും സുഹൃത്തുക്കളെ, ഇവിടെ കരിമ്പിലാക്കൽ ചെയ്തൊരു സേവനുണ്ട്. ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നു, ഇനിയും ഞങ്ങൾ ചോദിക്കുന്നു. ഇതിനൊക്കെ ഇടക്കിടക്ക് മൂപ്പര് മറുപടിയൊക്കെ പറയണിന്റെ അടുക്കും ഫിറ്റ് ചെയ്ത് എന്താ അറിയോ, ഇത് 99 വിഷയമല്ല. ഇത് 99 വിഷയമല്ല. കുറച്ച് കഴിഞ്ഞ മൂപ്പര് ഇത് 2002 വിഷയമാണ്, അടുത്തത് 2004 വിഷയമാണ്. ഞങ്ങളെ പിന്നെ തെളിവും ചോദ്യമൊക്കെ വരെ ഞങ്ങളെ വാദത്തെ തെളിയിക്കാനാണ്. എന്താ ഞങ്ങളെ വാദം? 2002 എടുത്ത തീരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ തീരുമാനം മൻഹജാണ്. 2002 എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിയാനം സംഭവിക്കുക 99-ലല്ല. അത് 2002-ലും 2003-ലും 2005-ലും. ഇനി 2050 സംവാദം നടത്താൻ നിങ്ങൾ കേരളത്തിൽ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ചോദ്യം അപ്പോഴും ചോദിക്കും, ഇപ്പോഴും ചോദിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സംഗീതം അനുവദനീയമാണ് എന്നതിന്റെ ആയത്തെവിടെ? സൂറത്ത് ശൂറയിൽ നിങ്ങൾ ഓതിയ ആയത്ത്, അതിൽ സംഗീതം എന്ന വാക്കവിടെ? ആ ആയത്ത് ഉദ്ധരിച്ച് ലോകത്ത് ഇതുകൊണ്ട് സംഗീതോപകരണങ്ങൾ അനുവദനീയമാണെന്ന് പറഞ്ഞ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ആരൊക്കെയാണ്? നിങ്ങൾ എടുത്തു തരും അല്ലെ? ഈ വിഷയത്തിൽ മാത്രം അടുത്തൊരു വ്യവസ്ഥ വേണോ? നിങ്ങൾ കത്ത് തന്നാൽ കൂടി ആലോചിച്ച് ആ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. മനസ്സിലായില്ലേ? ഒരു സംശയമല്ല. ഇവിടെ കരിമ്പിലാക്കൽ ചെയ്തൊരു സേവനുണ്ട്. മൂപ്പര് വായന പൂർത്തിയാക്കിയപ്പോ നമ്മൾ അടുത്ത ചോദ്യം വന്നതായി എന്താ? ബുഖാരിയിൽ സ്വഹാബികൾ ഹാർമോണിയം വായിച്ചിരുന്നു എന്ന് ഹദീസ് ഉണ്ട് എന്ന് വന്നതോടുകൂടെ മാലിക് സലഫി അദ്ദേഹം തന്ന വടികൾ വാങ്ങിയിട്ട് തിരിച്ചാണ് കൊടുത്തു. കേട്ടോളി. ഇനി എന്റെ അടുത്ത ചോദ്യം കേട്ടോ. ഇതിന്റെ ബാക്കി മുഴുവൻ വായിച്ചു. അതാണ് എന്റെ അടുത്ത ചോദ്യം. എന്താ? യാതൊരു സംഗീതോപകരണം ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചോദ്യം കേട്ടോ.
സഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട് ബുഖാരി. ആ ബുഖാരി ഇങ്ങെടുക്കൂ. ഇവിടെ ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മോദി സലീം ഒന്ന് എടുത്തു കൊടുക്കി. ആ ബുഖാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വീട്ടിൽ അവരുടെ അതിഥികൾ വന്നാൽ ഹാർമോണിയം ഉപയോഗിച്ച് പാട്ട് പാടാറുണ്ട്. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിന്റെ പേരിൽ പച്ചക്കള്ളം, അതും ഇമാം ബുഖാരിയുടെ പേരിൽ കളവ്. എടുക്കൂ ബുഖാരി, ആയത്തെടുക്കൂ, അതുപോലെ ബുഖാരി എടുക്കൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? അപ്പൊ ബുഖാരി റഹിമഹുല്ലയുടെ പേരിൽ കളവ്, ബുഖാരി റഹിമഹുല്ലയുടെ പേരിൽ കളവ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ്. ഇതിന്റെ ഒക്കെ ഒരു തമാശ എന്താ അറിയോ? ഈ തൊട്ടടുത്ത പ്രദേശത്തുള്ള അലി മദനി വിഷയം അവതരിപ്പിച്ചപ്പോ അദ്ദേഹം ഹദീസ് ഓതി, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. മനസ്സിലായില്ലേ? അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ശിർക്ക് സ്വയം ജീവിതത്തിലുള്ളവർ എന്താ ഞങ്ങൾക്കെതിരിൽ ശിർക്കിന്റെ എല്ലാ ആയത്തും ഓതി തരുന്നു. എല്ലാ കെട്ടിപ്പറച്ചിലും കള്ളത്തരവും പറയുന്നവരോ അവര് ഞങ്ങൾക്കെതിരിൽ ഹദീസ് ഉദ്ധരിക്കുന്നു. ഞങ്ങൾക്ക് ആ ഹദീസ് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ഒരു സംശയമല്ല, ഞങ്ങളെടുത്തൊരു തെറ്റുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ തെറ്റ് സ്പോട്ടിൽ തിരുത്തും. സംവാദം കണ്ടവർക്കറിയാം ഞങ്ങൾ കാണിച്ച മാന്യത. ഞങ്ങളെ ശിർക്കന്മാരെന്നും ഞങ്ങളെ ഇസ്ലാമെന്ന് പുറത്തുപോയവരെന്നും അബൂജഹലിന്റെ കൂട്ടരെന്നും ആക്ഷേപിച്ചവരെപ്പോഴും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. AP അബ്ദുൽ ഖാദർ മൗലവിയെ, TP അബ്ദുൽ കോയ മദനിയെ, KV അബ്ദുൽ ലത്തീഫ് മൗലവിയെ, ഇവരൊക്കെ സംവാദത്തിൽ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നന്മ, നൈതികത, ധാർമ്മികത, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇസ്ലാമിൽ. ആ ശത്രുവിനെ നശിപ്പിക്കാൻ എന്തും ചെയ്യാം എന്ന വാദം ഞങ്ങൾക്കില്ല, എന്ന നിലപാട് ഞങ്ങൾക്കില്ല. മാർഗം കൂടി നന്നാവണം. അതുകൊണ്ട് ഞങ്ങൾക്കെതിരുള്ള നിങ്ങൾ ഉദ്ധരിക്കൂ. അലി മദനിയെ വിളിച്ചുകൊണ്ടുവരൂ. അദ്ദേഹം പറയട്ടെ. നന്ദിയിൽ മിനിയാന്ന് ഞങ്ങൾ പോയിരുന്നു. അദ്ദേഹം CP ഉമർ സുല്ലമി മുതൽ കരിമ്പിലാക്കൽ വരെ ഉള്ളവർ വന്നതിന്റെ പ്രതികരണം അറിയിച്ചിരുന്നു. ഇനിയും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വന്നോണ്ടിരിക്കും. അപ്പൊ എന്താ അറിയോ അദ്ദേഹത്തിന്റെ മറുപടി? ഹാർമോണിയത്തിന്റെ ഹദീസ് തരൂ, ബുഖാരി എടുക്കൂന്ന് പറഞ്ഞപ്പോ അത് അടുത്ത ആഴ്ച പറയാം. കേട്ടോളി. പിന്നെ ചോദ്യം അവിടുന്ന് 2011 വിഷയങ്ങളിലെ ചോദ്യം, 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ, ആ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾക്കാണ് 8-ാം തീയതി വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ബുഖാരിയിലെ ഹദീസുകൾ കൊണ്ടുതരാം. പക്ഷേ കാത്തിരിക്കണം 8-ാം തീയതി വരെ. അവിടെയാണ് വ്യവസ്ഥ. ഇന്നല്ല. നിങ്ങൾക്ക് വിഷയം മറന്നുപോയോ? ഞങ്ങൾക്ക് വിഷയമൊന്നും മറന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിച്ചമക്കൽ ആദർശ വ്യതിയാനമാണ്. 2002 എടുത്ത തീരുമാനങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണത്. അതുകൊണ്ട് തന്നെ ഉന്നയിച്ചത്. എല്ലാ ചോദ്യത്തിനും മുമ്പ് കൊടുത്ത ഉത്തരാണെന്ത്? അത് അടുത്ത ആഴ്ച പറയാം. അപ്പൊ ഇടക്കിടക്ക് അടുത്ത ആഴ്ച പറയാന്ന് പറഞ്ഞപ്പോ ചെറിയൊരു അദ്ദേഹത്തെ ഒന്ന് ഒഴിവാക്കി കൊടുത്തു. ആയത്ത് ഇപ്പൊ തന്നോളി, ഹദീസ് അടുത്ത ആഴ്ച മദീന. മാലിക് സൽഫിന്റെ മറുപടി. മൂപ്പര് പറഞ്ഞു ഹദീസ് അടുത്ത സംവാദത്തിൽ കൊണ്ടുവരും. ആയത്തൊരുക്കി ഖുർആൻ ഞങ്ങൾ മധ്യസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കുന്നു. അള്ളാഹുന്റെ ഖുർആന്റെ പേര് ഞങ്ങൾ കളവ് പറഞ്ഞു. വിടൂലങ്ങള് അള്ളാഹുന്റെ ഖുർആന്റെ പേര് കളവ് പറഞ്ഞു. ആ ഖുർആന്റെ അത് തരാൻ ആയത്തുമുണ്ടല്ലോ, അവിടെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, കൊടുത്തോളൂ. അത് ഹദീസ് തരാനെ കുറച്ച് പണിയുണ്ടാവും. ഇൻഷാ അല്ലാഹ് അടുത്ത സംവാദം ഞങ്ങൾ ചോദിക്കും. മനസ്സിലല്ലേ? നിങ്ങൾ വിടൂലങ്ങള് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. ആയത്തോതു മൗലവി നിങ്ങൾ ആയത്തോതൂന്ന് പറഞ്ഞ് അദ്ദേഹം ആയത്തോതിയിട്ടില്ല. ഇപ്പോഴും ഓതിയിട്ടില്ല ആയത്ത്. ഇപ്പോഴും ഞങ്ങൾക്ക് ആയത്ത് കിട്ടിയിട്ടില്ല. സൂറത്തു ശൂറയിലെ 2-3 ആയത്തുകൾ അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾ സമർത്ഥിക്കണം. ഏതെങ്കിലുമൊക്കെ പറയാ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ തെളിവുണ്ട് ഉദ്ധരിക്കല തന്നെ. ഏറ്റവും ചെറിയ നിലക്കുള്ള എന്തെങ്കിലും ഒരു ദുർവ്യാഖ്യാനത്തിന്റെ പഴുതെങ്കിലും ഇല്ലാത്ത ആയത്താങ്ങൾ ഉദ്ധരിച്ചത് അല്ലേ? ഇനി സുഹൃത്തുക്കളെ, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ ആളുകൾ അടുത്ത ആഴ്ച വന്നപ്പോ പറഞ്ഞെന്താ അറിയോ? ഇപ്പൊ ഇവിടെ വായിക്കാൻ സമയമില്ല. ഹദീസ് ഇപ്പൊ ഇവിടെ വായിക്കാൻ സമയമില്ല എന്നാ അദ്ദേഹം ബുഖാരി കയ്യിലെടുക്കുന്നുണ്ട്. വായിക്കാൻ വേണ്ടി സ്റ്റേജിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോ അത് വായിക്കാൻ അവിടെ സമയമില്ല നമുക്ക് പറഞ്ഞു. കേട്ടോളി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതേ പേജിൽ 529 പേജിലുള്ള വിഷയമുണ്ട്. വേണമെങ്കിൽ കൈ തരാം, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. വായിക്കാൻ ഈ സമയം പോരാ, നിങ്ങൾക്ക് തരാ, വായിച്ചോളി. വായിക്കാനും മൂപ്പർക്ക് സമയം പോരാ. പിന്നെ എന്തിനാ അടുത്ത ആഴ്ച തരാന്നറിഞ്ഞേ? മൂപ്പര് ഭൂമി ലോകത്തുള്ള എല്ലാ വിഷയം കൊണ്ടൊന്ന് ചർച്ചക്ക് അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. ഇനിയും അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ അത് വായിക്കാൻ പറ്റുകയില്ല.
അത് ഞാൻ അദ്ദേഹത്തെ ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞല്ല. മൂപ്പർക്ക് അങ്ങനെ ഹർക്കത്തിടാത്ത വായിക്കാൻ കഴിയൂല എന്നൊക്കെ ആളുകൾ പറയുമ്പോ ചിലപ്പോ നമ്മൾ വിചാരിക്കാൻ തരുമോ അതിങ്ങനെ കൊച്ചാക്കാൻ വേണ്ടി പറയണമെന്ന്. അല്ല സുഹൃത്തുക്കളെ, കൊച്ചാക്കാൻ വേണ്ടി പറയണല്ല. അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരുന്നത് നന്ദി സംവാദത്തിൽ എന്റെ സുഹൃത്ത് അബ്ദുൽ മലിക് സലഫിയുടെ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബഹുമാനരായ മടവൂർ വിഭാഗത്തിലെ ആളുകൾക്ക് ഈ അബദ്ധം മുഴുവൻ വരുന്നത് അവരുടെ നേതൃനിരയിലുള്ളവരുടെ വൈജ്ഞാനിക അബദ്ധമാണ്. അപ്പോ ഈ ക്ലിപ്പ് കണ്ടിട്ട് പറയാ, അത്ര പോകുന്നൊരു കുട്ടി പറയാ സിപിക്ക് ഇൽമില്ല, പിന്നെ ഓനാ ഇൽമ് ചോദിച്ചോളൂ, നിങ്ങൾ ക്ലിപ്പ് ഉണ്ടായിക്കോളൂ, എനിക്ക് പരാതില്ല. പക്ഷേ ഞാൻ പറഞ്ഞ വാക്കും എന്റെ ഹൃദയത്തിന്റെ ശുദ്ധിയും നാളെ പരലോകത്ത് വരും. നാളെ പരലോകത്ത് വരും. ഉസൂലുൽ ഹദീസിലും അതേപോലെ തന്നെ ഹദീസിന്റെ കിതാബുകളിലുമുള്ള അവഗാഹക്കുറവും കാഴ്ചപ്പാടില്ലായ്മയുമാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് മൂപ്പർക്ക് വായിച്ച് വിശദീകരിക്കാൻ സമയം കിട്ടാതിരുന്നത്? നന്ദി സംവാദത്തിലെ സീഡി നിങ്ങൾ കാണും. ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകളെ സംബന്ധിച്ചു പറഞ്ഞ ജാഹിലിയ കാലഘട്ടത്തിലെ ചില കുടുംബ വീടുകളിൽ വെച്ച് നടന്ന കാര്യം റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹ് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ സ്വഹാബത്തിന്റെ പേരിൽ കെട്ടിപ്പറഞ്ഞവർ അവർക്ക് എല്ലാം മനസ്സിലായിട്ടും അവർ കെട്ടിപ്പറഞ്ഞതാണോ ആണെന്ന് പറയാൻ 2002 നിങ്ങൾ പിരിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങളെ കൽബിൽ ഇപ്പോഴും ഈമാൻ ബാക്കിയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾക്കറിയാത്തത് കൊണ്ട്, ഇല്ലാത്തത് കൊണ്ട്, വൈജ്ഞാനിക അബദ്ധം സംഭവിച്ചത് കൊണ്ട്, ഒരാൾ പറയുന്നു മറ്റുള്ളവർ ഏറ്റെടുക്കുന്നു എന്ന നിലപാടുള്ളത് കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. സുഹൃത്തുക്കളെ, കുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ, ഓരോരുത്തരും ഏകന്മാരായി വരേണ്ടി വരുമെന്ന കാര്യം നമ്മൾ ആരും മറക്കാതിരിക്കുക. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ അവസാനം സംവാദം കലങ്ങിയല്ലോ. സംവാദത്തിലെ ഓരോ ചോദ്യങ്ങളും ഇങ്ങനെ വിലയിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, ഇനി അവസാനം സംവാദം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് പല പ്രചാരണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഉണ്ടല്ലോ. പല പ്രചാരണങ്ങളും യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒറ്റ ഉത്തരേ പറയാനുള്ളൂ. നമുക്ക് ആ സംവാദം പ്രദർശിപ്പിക്കാം, വലിയ സ്ക്രീൻ ഇട്ടിട്ട്. നമ്മൾ രണ്ടൂട്ടർ ഒന്നിച്ച് നടത്തിയ സംവാദമാണല്ലോ. നിങ്ങൾ എല്ലാവരും വന്നിരിക്കും, ചില ഫുള്ള് ഞങ്ങൾ എടുത്തോളാം, അല്ലെങ്കിൽ നിങ്ങളെ സീഡ് ഇട്ടോളിയും, ഞങ്ങളെ സീഡ് ഇടാം. ജനങ്ങൾക്ക് മനസ്സിലാകും അപ്പോ എന്താണ് ഇതിന്റെ പിന്നിൽ നടന്ന കാര്യമെന്ന്. യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി ശ്രദ്ധിച്ചാൽ അവിടെ സംസാരിച്ച അലി മദനി, എന്റെ ബഹുമാനനായ ഗുരുനാഥൻ അബ്ദുൽ അസീസ് മദനി, അതേപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ ഏറെ സ്നേഹമുള്ള ബഹുമാനനായ കുഴിപ്പുറം സുല്ലമി, ഇവരൊക്കെ അവരുടെ വിഷയം എഴുതിയാണ് അവതരിപ്പിച്ചത്. 3 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ 3 ഏരിയയാണ് അവതരിപ്പിച്ചത്. പറയാനുള്ള ഏരിയ കഴിഞ്ഞാൽ പൊളിക്കാൻ വേണ്ടി ഏൽപ്പിച്ചാള് പൊളിക്കൽ പൂർത്തിയാക്കി. കാരണം ഞങ്ങൾ ചോദിച്ച 10 ചോദ്യങ്ങൾ, ആ 10 ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന ടൈറ്റിൽ വെച്ചൊരു പരിപാടി നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ സംഘടിപ്പിക്കാൻ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് പറ്റൂല. അതേപോലത്തെ ചോദ്യോത്തരാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കാന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ ഇടപെട്ടത് പൊളിച്ചതാണ്. അദ്ദേഹം സംവാദം തുടങ്ങണ നേരത്തെ ബുഖാരി പരിഭാഷനുള്ളിൽ വിരലിലേക്ക് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് മൂപ്പരാണ് ചോദ്യോത്തരത്തിന് വരുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ കാര്യം ഒന്നുകൂടി വൃത്തിയായി, മനസ്സിലായില്ലേ? കാരണം വളരെ വൈജ്ഞാനികമായ ചർച്ചയാണ്. ആ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പരിമിതി അദ്ദേഹത്തെ അടുത്തറിയണ എല്ലാവർക്കും അറിയാം. അത് ഞാൻ അദ്ദേഹത്തെ ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അദ്ദേഹവും ഞാനും നമ്മളെപ്പോലെയുള്ള പ്രബോധകരൊക്കെ പുനർവിചിന്തനം നടത്താൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇരിക്കട്ടെ, അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, ഇതെടുത്തിട്ട് ഇടപെട്ടിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, കേട്ടോ. പെരും കള്ളത്തരം എഴുതിവിടുകയും അത് നാവ് കൊണ്ട് പിന്നെയും ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാളുടെ ഇത്തരം നിലപാടുകൾ തീരുമാനമുണ്ടാക്കണം. ഈ കളവുകൾ, ഇങ്ങനെയുള്ള കളവുകൾ, ഇതിന് തീരുമാനമുണ്ടാക്കാതെ വിഷയം മുന്നോട്ട് പോകാൻ ഇനി പറ്റില്ല. കണ്ടല്ലോ, ഈ 2 വാചകങ്ങൾ ഞാൻ ആവർത്തിച്ചതാണ്. മൂപ്പര് പറഞ്ഞല്ല, ഞാൻ റിപ്പീറ്റ് ചെയ്തതാ. അതെന്തിനറിയോ? ഇത് കേട്ടപ്പോ ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ഇടമുട്ടത്തേക്കാ ഞങ്ങൾ വേഗം മനസ്സ് പോയത്. അവിടെ ഒരാൾ കലക്കാൻ വന്നിരുന്നു. മൂപ്പർക്ക് ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്ന പണിയുണ്ട്, ഇല്ലാത്ത ആയത്ത് ഉണ്ടാക്കുന്ന പണിയുണ്ട്. അതേ പാർട്ടിയിൽപ്പെട്ട ആള് ഇതേ വാചകം പറഞ്ഞ അന്ന് സംവാദം മുടക്കിയത്. അടുത്തത് ഞങ്ങളുടെ ചാൻസ് ആയിരുന്നു. ഇവിടെയും ഞങ്ങളുടെ ചാൻസ് ആയിരുന്നു. അബ്ദുൽ മലിക് സലഫിയുടെ 10 മിനിറ്റ് ആയിരുന്നു, അല്ലേ? രണ്ടിടത്തും പല സമാനതകളുമുണ്ട്. അവിടെയും ഞങ്ങളുടെ ചോദ്യം തുടങ്ങാൻ നിൽക്കുകയായിരുന്നു, ഇവിടെയും ഞങ്ങളുടെ ചോദ്യം തുടങ്ങാൻ നിൽക്കുകയായിരുന്നു. ഒക്കെ സമാനമാണ്. അപ്പോ അത് മാത്രല്ല, അവിടെ പറഞ്ഞ ആള് മധ്യസ്ഥന്മാർ ഇടപെടണം എന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ട്.
ഇവിടെയും എന്താ മധ്യസ്ഥന്മാരെ ഇടപെടണം എന്ന് പറഞ്ഞാൽ നമ്മളാൾ ഇവിടെ ഉണ്ട്, നിങ്ങളാണ് നമ്മളെ മധ്യസ്ഥൻ, നിങ്ങൾ കഴിച്ചിലാക്കി തരണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? കാരണം മൂന്നാം കക്ഷിയല്ലല്ലോ മധ്യസ്ഥൻ. മധ്യസ്ഥനാരാ? കൂടെ കൊണ്ടുവന്നാള് അല്ലേ? കൂടെ കൊണ്ടുവന്നാള്. ഇപ്പൊ പത്തപ്പരിയത്ത് വന്ന മധ്യസ്ഥനാരാ? പത്തപ്പരിയത്ത് വന്ന മധ്യസ്ഥൻ വളരെ നീതിപൂർവ്വം പെരുമാറുന്ന ആളാണല്ലോ. നാട്ടുകാർക്ക് കറക്റ്റ് അറിയാം, ശരിക്കറിയാം. പള്ളി പൂട്ടിക്കലാണല്ലോ മൂപ്പര് മെയിൻ പണി. ഇരിക്കട്ടെ അല്ലെ? മൂപ്പരെ പറ്റി പറയുമ്പോ ഞാൻ അങ്ങനെ പറയും. അള്ളാന്റെ പള്ളി പൂട്ടിക്കലും അല്ലെ, ആളുകളെ പിടിച്ചറക്കലും പണിയായി നടത്തുന്ന ഒരാളെ പറ്റി പറയുമ്പോ അതിൽ എനിക്ക് കുറച്ച് ബഹുമാനക്കുറവ് വന്നു എന്ന് എന്റെ സദസ്സിന് തോന്നിയാൽ അഫുവൻ, എനിക്കതിലൊരു കുറ്റബോധവുമില്ല എന്ന് സാന്ദർഭികമായിട്ട് പറയാണ്. ഇരിക്കട്ടെ, ഏതാണെങ്കിലും ഇവിടെ മധ്യസ്ഥന്മാർ ഇടപെടണമെന്ന് അദ്ദേഹം ഭരണങ്ങളൊന്ന് കണ്ടോളൂ. ഞാൻ ഈ രണ്ട് സംഗതികളും മധ്യസ്ഥന്റെ കൈ തരാം, അദ്ദേഹം തീരുമാനമെടുക്കട്ടെ. ആ വിഷയത്തിൽ തീരുമാനമെടുക്കാതെ അബ്ദുൽ മാലിക് ഈ വിഷയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം പെരും കള്ളനാണ്. ആ കള്ളത്തരം ഇവിടെ പൊളിയുകയാണ്. അതുകൊണ്ട് മധ്യസ്ഥന്റെ കയ്യിൽ സലാം സുലമിയുടെ പുസ്തകം ഞാൻ തരാം, അതുപോലെ തന്നെ അബ്ദുൽ മാലിക് എഴുതിയിരിക്കുന്ന ലേഖനത്തിന്റെ ഒറിജിനൽ കോപ്പിയും തരാം. അദ്ദേഹം നോക്കട്ടെ, പരിശോധിക്കട്ടെ, തീരുമാനമാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. മധ്യസ്ഥന്മാര് തീരുമാനമാക്കി എന്താകുക? ഉണ്ട്, ഇവിടെ മുറിച്ചിട്ടുണ്ട് എന്നല്ലേ മറ്റേയാള് പറയാ അല്ലേ? ഇപ്പുറത്തോ അല്ലാന്നും പറയും. അതോടെ സംവാദം പൊളിയും, അതോടെ സംവാദം കലങ്ങും. അതേ മൂപ്പർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിന്റെ ഇടയിലുണ്ടായൊരു തമാശ അതിലേക്ക് പോണീന്റെ മുമ്പ് ഞാൻ പേരോടിനൊന്നും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. മൂപ്പരിപ്പോ ഈ പണിയിലൊന്നുമില്ല, ഖുർആൻ പ്രഭാഷണമായിട്ട് ഇങ്ങനെ നടക്കാണ്. 30 കൊല്ലം ഞാൻ പ്രസംഗിച്ചിട്ട് എന്താ ഉണ്ടായത്? അതുകൊണ്ട് നമ്മളെ ശൈലി മാറണം, തബ്ലീഗ് ജമാഅത്ത് പോലെ ആകണം. എന്നാ സുന്നി പള്ളികൾ അവിടെ സുന്നി മഹല്ല് ജമാഅത്ത് എന്നുള്ള മാറ്റിയിട്ട് സലഫി മഹല്ല് ജമാഅത്ത് നാക്കും. ഉള്ള പണികൾ തുടർന്നോളി, നല്ലതാ. മനസ്സിലായില്ലേ? ആ പണിക്കൊന്നും മൂപ്പരിപ്പല്ല, ഈ പണിക്കൊന്നും മൂപ്പരില്ല. എന്നാലും മൂപ്പര് പണ്ടെടുത്ത് ഒരു പണി അതിവിടെ സമാനമായി വരുന്നുണ്ട്, നിങ്ങൾ കണ്ടോളൂ. ഒരു കാര്യം അത് വ്യക്തമായി ഒരു സഖാഫി എഴുതിയതിന് എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന്റെ ഞങ്ങളെ മുന്നിൽ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വാദപ്രതിവാദമാണിത്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് നിങ്ങളെ സാധാരണ പ്രസംഗമല്ല. സാധാരണ പ്രസംഗത്തിൽ ആളുകൾക്ക് അറിയില്ല, അപ്പുറം നിങ്ങൾ മൂടി വെക്കുന്നത് മനസ്സിലാവൂല. നിങ്ങൾ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് നിങ്ങൾ ഞങ്ങളെ മുന്നിൽ പറയണം. അല്ലാതെ ഈ വാദപ്രതിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ ഒരു കാര്യം ഈ വഞ്ചനയിലൂടെയാണോ? എല്ലാവർക്കും അതാ പ്രശ്നം. മനസ്സിലായില്ലേ? വാദപ്രതിവാദം മുന്നോട്ട് കൊണ്ടുപോകരുത്, അതാണ് എല്ലാരും പ്രശ്നം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ അറിയോ? അബ്ദുൽ മലിക് സലഫി അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നാവശ്യപ്പെട്ട് മധ്യസ്ഥൻ ഇടപെടണം എന്ന് പറഞ്ഞ മധ്യസ്ഥൻ ഉണ്ടല്ലോ, ആ മധ്യസ്ഥൻ അദ്ദേഹം ഇതിങ്ങനെ തെളിയിക്കാൻ മാത്രം പോകുന്ന ആളല്ല. എവിടെ നന്ദിയത്ത് കാര്യം പറയണത്, ഇതേ സമാനത ഇടമുട്ടത്തും ഉണ്ടായിരുന്നു. ഇടമുട്ടത്തും അവരെ മധ്യസ്ഥങ്ങളെ സീഡി കണ്ടാൽ ഒരു സാധു പഞ്ചപാവം അല്ലെ, മൂപ്പർക്ക് ഈ ജാതി ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള അവസ്ഥ അല്ല. അപ്പൊ എന്താ സംഭവിച്ചത്? ഇടമുട്ടത്ത് എന്താ സംഭവിച്ചത്? നേരെ അലവി സഖാഫി മൈക്കിക്ക് വന്നു, പേരോട് മൈക്കയിലേക്ക് വന്നു, സ്വയം മധ്യസ്ഥനായി. ഇതേ പണി നന്ദിയിലും നടന്നു. എന്താ? നേരെ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ മധ്യസ്ഥന് അവിടെ എങ്ങനെ ഇരിക്കുക? മധ്യസ്ഥന് ഇരിക്കുന്നു, അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ ഇടപെടുന്നു. അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ സ്വയം മധ്യസ്ഥനാകുന്നു. നിങ്ങൾ കണ്ടോളൂ സുഹൃത്തുക്കളെ. എനിക്കൊരു അവസരം കൂടി, നിങ്ങൾക്കുള്ള അവസരം തരും. മധ്യസ്ഥൻ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കിയ ശേഷം അതിനു മുമ്പ് നിങ്ങൾക്ക് അവസരം തരില്ല. നിങ്ങൾക്ക് അവസരം തരണമെങ്കിൽ ഈ വിഷയത്തിൽ മധ്യസ്ഥൻ സംസാരിക്കട്ടെ. ഇത് കുഞ്ഞേമാക്കാന്റെ ചായക്കടനെ കുറിച്ച് പറയലുണ്ട്. എന്താ അറിയോ? മൂപ്പര് രാവിലെ വരും, മൂപ്പര് ചായ ഉണ്ടാക്കും, എന്നിട്ടോ മൂപ്പരന്നെ ആ ചായ കൊണ്ടുവന്ന് ഡെസ്ക് വെക്കും, എന്നിട്ട് മൂപ്പരന്നെ അത് കുടിക്കും. കൗണ്ടറിൽ പോയി മൂപ്പരന്നെ ക്യാഷ് കൊടുക്കും, ഇപ്പുറത്തുനിന്ന് മൂപ്പരന്നെ വാങ്ങും. ഇതേപോലത്തെ ഒരു പരിപാടിയാണിത്. മനസ്സിലായില്ലേ? ഇതേപോലത്തെ ഒരു പരിപാടി എല്ലാതും മൂപ്പര. ഒന്നാമത്തെ പരിപാടിയിൽ വിഷയാവതരണം തൊട്ട് സർവ്വ കാര്യങ്ങളും മൂപ്പരാണ്, എല്ലാ സംഗതിയും. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇവരെ ടീമിന്റെ ഇടയിൽ വന്ന ചർച്ചയാണ് ബാക്കിയുള്ളവർ പിന്നെ രംഗത്ത് വരാൻ കാരണം. അതും കൂടി മുതലാക്കുക മധ്യസ്ഥനായിട്ട്. എന്നിട്ട് അവസരം തരാന്നാ. എന്താ അവസരങ്ങളെ ഔദാര്യ? അബ്ദുൽ മലിക് സലഫിന്റെ 10 മിനിറ്റ് വ്യവസ്ഥ പ്രകാരം അയാൾക്കുള്ള അവകാശമാണ്. ആ 10 മിനിറ്റ് അനുവദിച്ചു കൊടുത്ത പൊളിയും
ഇടമുട്ടവും ഇവിടെയും തമ്മിൽ വേറെ ചില ബന്ധം കൂടി ഉണ്ട്. അവിടെ ഖബർ ആരാധനയാണ് വിഷയം, ഇവിടെ ഖബർ ശിക്ഷയാണ് വിഷയം. അപ്പൊ മൊത്തം സമാനതകളാണ്. ഇനി മൂപ്പര് ഒന്നും കൂടി പറയുന്നുണ്ട്, ഞാൻ തരാം സമയം എന്നാ. മധ്യസ്ഥനായി സ്വയം മധ്യസ്ഥനായി റോളിൽ വന്ന ആള് പറയും ഞാൻ തരാം അവസരം. കേട്ടോളി, ഞാൻ നിങ്ങൾക്ക് അവസരം തരാം, പക്ഷെ മധ്യസ്ഥനെ വിഷയത്തിൽ തീരുമാനമാക്കണം. ഞാൻ നിങ്ങൾക്ക് അവസരം തരാം, പക്ഷെ മധ്യസ്ഥനെ വിഷയത്തിൽ തീരുമാനമാക്കണം. ഇങ്ങനെ ഞാൻ നേരിടുന്ന കുറെ ആൾക്കാരെ ഞങ്ങൾക്ക് വേറെ അറിയാം അല്ലേ. സംവാദത്തിന്റെ കാര്യം വരുമ്പോ ഞാൻ നിയോഗിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരെ വേറെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് ആ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനായ നബീൽ രണ്ടത്താണി അദ്ദേഹം പറയുന്നത് തുടർന്ന് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഞാൻ തരാം, പക്ഷെ മധ്യസ്ഥനെ വിഷയത്തിൽ തീരുമാനമാക്കണം. ഭംഗിയായി നടക്കുവാൻ ഇരുവിഭാഗം പണ്ഡിതന്മാരുടെയും പൂർണ്ണമായ സഹകരണം ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ സംസാരിക്കേണ്ടത് മധ്യസ്ഥന്മാരാണ്. ലത്തീഫ് മൗലവി ഇരിക്കണം. വർത്തമാനത്തിന്റെ ബോർഡ് മീറ്റിംഗ് അല്ലാത്തോണ്ട് ഇരുന്ന് മൂപ്പർ അവിടെ മനസ്സിലായില്ലേ, ഇരുത്തി. ഇതിന്റെ ഇടയ്ക്ക് അബ്ദുൽ മലിക് സലഫി തന്റെ അവകാശം ചോദിച്ചു, മധ്യസ്ഥൻ അവിടെ ഇടപെട്ടു, മൂപ്പരവിടെ ഇരുത്തി കഴിഞ്ഞപ്പോ പിന്നെ മറ്റയാളെങ്ങനെ തോണ്ടിയിട്ടുണ്ടോ ചെല്ലിന്ന് അറിഞ്ഞിട്ട് അബ്ദുൽ മലിക് സലഫി വന്ന് 10 മിനിറ്റ് ചോദിക്കുമ്പോ ആ മധ്യസ്ഥൻ ഇടപെടുന്നു. നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ 10 മിനിറ്റ് കൂടി എനിക്ക് സംസാരിക്കാൻ അനുവാദം തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 10 മിനിറ്റ് തരാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ സംവാദം ഡീൽ ചെയ്യണ മധ്യസ്ഥന് ഈ ചോദ്യം ആ ബാധ്യതയായി അവിടെ നിൽക്കണം. ഈ ചോദ്യം ഇനി കേരളത്തിൽ ഉയർന്നു കേൾക്കും എന്നറിയണോണ്ട് മധ്യസ്ഥന്റെ കുപ്പായ മറ്റേയാള് പിന്നെ എടുത്തു. എന്താ 10 മിനിറ്റ് തരോ എന്ന് ചോദിച്ച് അബ്ദുൽ മലിക് സലഫി ഇടപെട്ടപ്പോൾ അപ്പുറത്തെ മൈക്കിൽ വന്ന് അലവി സഖാഫി പണ്ട് അവിടെ ചെയ്ത അതേ പണി ഇയാൾ എടുക്കണം. നിങ്ങൾ കണ്ടോളി. എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എനിക്ക് 10 മിനിറ്റ് കൂടി തരാം. അപ്പൊ മൂപ്പർക്ക് ഇതിന്റെ അപകടം മണത്തപ്പോ നിങ്ങൾക്ക് 100 മിനിറ്റ് തരാം അല്ലേ? 100 മിനിറ്റ് വേണ്ട, ഞങ്ങൾക്ക് 3 മിനിറ്റ് മതി. 3 മിനിറ്റ് എന്താ ഒരാളെ കയ്യിൽ എടുത്തു കൊടുക്കേണ്ട പണിയുള്ളൂ. എന്നിട്ടോ ഇത് തെളിയിക്കാൻ വേണ്ടി നന്ദിയിൽ വിശദീകരണത്തിന് വന്നപ്പോ എന്താ ഖബർ ശിക്ഷയെ സംബന്ധിച്ച് പറയുന്ന ഒരു ഹെഡിങ് എന്താ, മൂത്രവും പരദൂഷണവും എന്നിങ്ങനെ ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ സുഹൃത്തുക്കളെ, അതിന്റെ താഴെ എന്താ അറിയോ, കാരണം ഖബർ ശിക്ഷ ഉണ്ടാകുന്നുണ്ട്. മേലെ മൂത്രവും പരദൂഷണവും, വലിയ ടൈറ്റില്. ബഹുമാനായ എന്റെ ഗുരുനാഥൻ അബ്ദുസ്സലാം സുല്ലമിയുടെ ബുഖാരി പരിഭാഷയിലുള്ള ടൈറ്റിലാണ്. ആ ടൈറ്റിലിന്റെ തൊട്ട് താഴെ എന്താ ഉള്ളത്, കാരണം ഖബർ ശിക്ഷ ഉണ്ടാകും. ഇതെന്താ സംഭവം എന്നറിയോ, DTP കഴിഞ്ഞ് പ്രൂഫ് റീഡിംഗ് നടത്തിയ ആൾക്ക് പറ്റിയ അബദ്ധ. ഇത് ഒറ്റ ടൈറ്റിലാ, പരദൂഷണവും മൂത്രവും കാരണം ഖബർ ശിക്ഷ ഉണ്ടാകും എന്നാണ്. ഇത് ബുഖാരി ഇമാമിന്റെ ടൈറ്റിലാണ്, അല്ലെങ്കിൽ ബുഖാരിയിൽ നൽകപ്പെട്ട ടൈറ്റിലാണ്. ഇദ്ദേഹം അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ വിചാരിച്ചു മേലത്തതാണ് ടൈറ്റില്, താഴെയുള്ളത് എന്താ അബ്ദുസ്സലാം സുല്ലമി എഴുതിയതാണ്. എന്നിട്ട് നന്ദിയിൽ വന്നിട്ട് 10:15 മണിക്ക് ഭയങ്കര ഡയലോഗ് ഉണ്ട്. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ നിന്ന് കുലുങ്ങും അല്ലെ. എന്നിട്ട് അടുത്ത വാചകം കാരണം ഖബർ ശിക്ഷ ഉണ്ടാകുമെന്ന് ഇതാ തുറന്നെഴുതിയിരിക്കുന്നു സുല്ലമി. എന്റെ ഉസ്താദ് കരഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഞങ്ങൾക്ക് സങ്കടമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. നാളെ പരലോകത്ത് മുഖം പൊത്തി കരയുന്ന സാഹചര്യം ഉസ്താദെ അങ്ങക്കും അങ്ങയുടെ കിതാബ് വായിച്ച് ഈ കാര്യങ്ങൾ വിശ്വസിച്ച് നടക്കുന്നവർക്കും അനുഭവം ഉണ്ടാകരുതേ എന്നല്ലാതെ നിങ്ങളെ ഈ വയസ്സാങ്കാലത്ത് വേദനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് റസൂലിലേക്ക് ഇറക്കപ്പെട്ടത് കേട്ടാൽ കണ്ണീർ വാർത്തുകൊണ്ടവർ തിരുത്തുമെന്ന് പറഞ്ഞ ഖുർആനിന്റെ ആ മാർഗത്തിലേക്ക് വരാൻ അങ്ങേക്ക് പറ്റും. അതിനുള്ള വിനയമുള്ള ഒരു ഖൽബ് 2002 മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാരും കൂടി നിങ്ങളെ ചേർന്ന് ഒഴിച്ച് പറ്റിച്ചതാണ്. അതുകൊണ്ട് അങ്ങ് തിരുത്തണമെന്ന് ഞങ്ങൾ ഈ വേദിയിലും ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ഉണർത്തുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ എന്ത് ചെയ്തെന്നറിയോ, ഇയാൾ സ്വയം മധ്യസ്ഥനായി ഇയാൾ രംഗത്ത് വന്നു. അവസാനം സംവാദം കലങ്ങി. ഇതിന്റെ ഇടയ്ക്ക് ബാക്കി വെച്ച കുറെ ചോദ്യങ്ങളും കുറെ ചോദ്യാവലികളുമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് കേരളം ചർച്ച ചെയ്യും. ഇവിടെ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് രണ്ടു കൂട്ടര് ആരങ്ങൾ എടുത്താലും അവര് പറയുന്ന ആയത്തും ഹദീസും കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റൂല. കാരണം അവർ ഈ വിഷയത്തിൽ വിശ്വസ്തരല്ല. ഔദ്യോഗിക നേതൃത്വം അവരെ കാര്യം ഞാൻ പറഞ്ഞു.
ഇവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ആയത്തും ഹദീസും ഇല്ലാത്തത് ഉണ്ടാക്കുന്നവരും മുറിക്കുന്നവരും അതേപോലെ തന്നെ വെട്ടിത്തിരുത്തുന്നവരും ഒക്കെയാണ്. ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ പലപ്പോഴും വസീലത്ത് ശിർക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ശിർക്ക് അത് പുതിയതായി ജബ്ബാർ മൗലവി ഉണ്ടാക്കിയതാണ് എന്ന് പലപ്പോഴും പറഞ്ഞെടുക്കലുണ്ട്. എന്നിട്ട് ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതി കൊടുത്ത ചോദ്യം മൈക്കയുടെ മുന്നിൽ ചോദിച്ച് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഇറങ്ങിപ്പോകുമ്പോൾ മുജാഹിദുകൾ കൈകൊടുത്ത് ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഒരിക്കൽ പോലും കാണാത്തവർ ഹനീഫ് കായക്കൊടിക്കും മനസ്സ് മുസ്ലിയാർക്കും വേണ്ടി മഖാമു ഇബ്രാഹിമിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അല്ലെ? ഈ ചോദ്യം രാത്രിയും പകലുമൊക്കെ ഇരുന്ന് തയ്യാറാക്കിയ പണിമുടക്കി ഹൃദയവും കൊണ്ട് ഈ തൗഹീദ് രംഗത്ത് പണിയെടുത്ത അബ്ദുൽ ജബ്ബാർ മൗലവിയെ കാണാത്തവർ പോലും അവർക്ക് വേണ്ടിയാണ് ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക. ആ അബ്ദുൽ ജബ്ബാർ മൗലവി മക്കയിൽ വിഗ്രഹാരാധന കൊണ്ടുവന്നവരെ പോലെയാണ് എന്ന് ആക്ഷേപിച്ചവരാണ് നിങ്ങൾ. ആ ആക്ഷേപത്തിന്റെ തുടർച്ചയാണ് വസീലത്ത് ശിർക്ക് മൂപ്പര് കൊണ്ടുവന്നതാണ്. അതിന്റെ സൈദ്ധാന്തിക ദാർശനിക വശം അവതരിപ്പിച്ച ആളാണ് ഫൈസൽ മൗലവി എന്നൊക്കെ. പക്ഷേ മുന്നിൽ വന്നപ്പോ മറ്റൊരു സംവാദമാണ് പന്നിപ്പാറ സംവാദം, വേറൊരു സംവാദമാണ് കോയിച്ചന സംവാദം, വേറൊരു സംവാദമാണ് ഏറ്റവും അവസാനം പത്തപ്പരിയത്ത് നടത്തിയ സംവാദം. അവിടെയൊക്കെ തെളിയിക്കേണ്ട പ്രകാരം ക്രമം ഞങ്ങളത് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ഓടിച്ചു പോവാണ്, നിങ്ങൾ എന്റെ കൂടെ വരിക. പന്നിപ്പാറ സംവാദത്തിലെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. ജിന്ന് വായിബാണെന്നും അതുകൊണ്ട് വായിബായതിനുള്ള ചോദ്യമെല്ലാം ദുആയാണ് എന്നുമുള്ള ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണല്ലോ ജിന്നിനോടുള്ള ഏത് ചോദ്യവും ശിർക്കാണ് എന്ന് പ്രതിപാദിക്കുന്നത്. എങ്കിൽ അതേ തത്വപ്രകാരം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഗായിബായ സൃഷ്ടിയാണ് എന്ന കാരണം കൊണ്ടാണ് അതിനോടുള്ള ഏത് ചോദ്യവും ശിർക്കായതെങ്കിൽ തീർച്ചയായും വൈദിയായ കാഴ്ചയും വൈദിയായ കേൾവിയും വൈദിയായ കുദറത്തും അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. എന്നാൽ ജിന്നുകൾക്ക് ചില കേൾവിയും കാഴ്ചയും കുദറത്തും ഉണ്ട് എന്നും പ്രമാണത്തിന് സ്ഥാനത്ത് നമ്മളൊക്കെ അംഗീകരിക്കുന്നു. ജിന്ന് കേൾക്കുമെന്നോ ജിന്ന് കാണുമെന്നോ ജിന്ന് ആരെയെങ്കിലും സഹായിക്കാമെന്നോ വല്ലവനെയും ഉപദ്രവിക്കാമെന്നോ ഒരാൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ ശിർക്കായതും ശിർക്കല്ലാത്തതുമുണ്ടോ? ഉണ്ടെങ്കിൽ രണ്ടും വേർതിരിയുന്ന ഘടകം എന്താണ്? ഇങ്ങനെ ഈ ചോദ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ഉത്തരം എന്താ അറിയോ? അതിന്റെ ഉത്തരം അല്ല പറഞ്ഞത്. ഫൈസൽ മൗലവിനെ ഇതാ മലർത്തി അടിച്ചു എന്ന നിലയ്ക്ക് കാഫിർ ജിന്നിന്റെയും മുസ്ലിം ജിന്നിന്റെയും ഒരു മസലക്ക് വേണ്ടി സ്വാലിഹ് ആലു ഷെയ്ഖ് ഹഫിളഹുള്ളയെ ഉദ്ധരിച്ചതാണ്. പക്ഷേ മുജാഹിദുകൾ കഴിഞ്ഞ ഒരു വർഷമായി തർക്കത്തിലിരിക്കുന്ന, ഉപ്പയും മോനും തമ്മിൽ തെറ്റിയ, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയ, ഉപ്പമാര് മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മോങ്ങത്തുള്ള എന്റെ ബഹുമാനിരായ രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, നിങ്ങളെ മോനോട് നിങ്ങൾക്ക് അനിഷ്ടമാണല്ലേ? അവനെ നിങ്ങൾക്ക് ഇഷ്ടമില്ല അല്ലേ? അവൻ വഴിപിഴച്ചു എന്ന വേദന നിങ്ങൾക്കുണ്ടല്ലേ? അവൻ ശിർക്കിലാണ് എന്ന വേദന കൊണ്ട് നിങ്ങൾ കരയാറുണ്ടല്ലേ? ഞങ്ങൾക്കറിയാം ചില കാരണവന്മാരെ, അവരങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന ഒരു 10 മിനിറ്റ് കേൾക്കാൻ മനസ്സു കൊടുത്താൽ ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ മോനെ ഉമ്മ വെച്ചുകൊണ്ട് നിങ്ങൾ ചില തിരുത്തലുകൾ നടത്തും. ഫൈസൽ മൗലവി ഭൗതിക അഭൗതിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾ ഇസ്തിഗ്ഫാറും പറയും. പക്ഷേ കേൾക്കാൻ നിങ്ങൾക്ക് സംഘടനാ പക്ഷാപാതിത്വമില്ലാത്തൊരു മനസ്സ് വേണം എന്ന് മാത്രം. എന്താ അറിയോ? എന്താ അവിടെ പറഞ്ഞത്? ജിന്നിനോടുള്ള സഹായതേട്ടം എന്താ? അത് ശിർക്കാണെന്ന് ഞങ്ങൾ പറയും. പക്ഷേ ജിന്നിനോടുള്ള എല്ലാ സഹായതേട്ടവും ശിർക്കാണോ? എല്ലാ സഹായ ചോദ്യവും ശിർക്കാണോ? അവിടെ വേർതിരിക്കും. ഉള്ളതുമുണ്ട് ഇല്ലാത്തതുമുണ്ട് എന്ന് വേർതിരിക്കും. ഈ വേർതിരിക്കൽ പിന്നെ സംവാദത്തിന് വേണ്ടി മറുപക്ഷത്തു നിന്ന് വന്ന വ്യക്തി സ്വാലിഹ് ആലു ഷെയ്ഖ് ഹഫിളഹുള്ളയുടെ ഫത്വ വായിച്ച് അദ്ദേഹം നടത്തുന്നു. നിങ്ങൾ കേട്ടോളൂ. കാഫിർ മുസ്ലിം എന്ന വേർതിരിവ് ഈ വിഷയത്തിലില്ല. മുസ്ലിമിനോട് ചോദിച്ച മുസ്ലിം ജിന്നിനോട് ചോദിച്ചത് ശിർക്കല്ല എങ്കിൽ അതേ ചോദ്യം കാഫിർ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കല്ല എന്നാണ് മുസ്ലിം വിശദീകരിച്ചത്. ഇന്ന തിൽക്കൽ ഇസ്തിആനത ബിജമീഇ അൻവാഇഹാ ലാ തജൂസ്. ഇസ്തിആനത്തിന്റെ ഇനങ്ങൾ അത് എന്താണ്? അത് പിന്നെ ഒന്നും അനുവദനീയമല്ല ജിന്നിനോടുള്ളത്. ഫമിൻഹാ മാ ഹുവ ശിർക്കുൻ, അതിൽ ശിർക്കായതുണ്ട്. കൽ ഇസ്തിആനതി ബിശൈത്വാനിൽ ജിന്നി യഗ്നി അൽ കുഫാർ, കാഫറായ ജിന്നിനോടുള്ളത് ആ ശിർക്കിൽ പെട്ടതാണ്.
ومنها ما هو وسيلة إلى الشرك. അതിൽ വസീലത്തിൽ ശിർക്കായിട്ടുള്ള ഇസ്തിആനത്തുണ്ട്. കൽ ഇസ്തിആനത്തി ബിമുസ്ലിമി അൽ ജിൻ, മുസ്ലിം ജിന്നിനോടുള്ളത്. ആലു ഷെയ്ഖിന്റെ ഫത്വ, ആലു ഷെയ്ഖിന്റെ ഫത്വയാണിത്. ഈ ഫത്വ വായിച്ചു കഴിഞ്ഞപ്പോ ഫൈസൽ മൗലവി എന്ത് ചെയ്തെന്നറിയോ? ഫൈസൽ മൗലവി സാലിസിനോട് ആ ഫത്വ വാങ്ങി. സാലിസിനോട് വാങ്ങി. ഇതെന്തിനാരോ? നിങ്ങൾ കൊണ്ടുവന്ന് തന്നെയാണെന്ന് തെളിയിക്കാൻ വാങ്ങിയിട്ട് അദ്ദേഹം ഇടപെടുന്നത് നിങ്ങൾ കേട്ടോളൂ. വാങ്ങാണല്ലേ? അൽഹംദുലില്ലാ 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 100 പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവില്ല. രാവിലെ മുതൽ ഇതുവരെ ഞാൻ എന്താണോ പറഞ്ഞത് അതാണ് ഒപ്പം സാധിച്ച് വായിച്ചത്. എനിക്ക് എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി വേണമെന്നില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി വേണമെന്നില്ല. ആ ചോദ്യം വേണമെങ്കിൽ പിൻവലിക്കാനാണ്. എന്താ എല്ലാ രജിസ്റ്റേർഡ് പോസ്റ്റും ബാത്തിലായി, അയച്ച മുഴുവൻ കത്തും ബാത്തിലായി അല്ലെ? ഓരോ ശാഖയിന്ന് ലിസ്റ്റ് അയക്കലാണ്. ആ ലിസ്റ്റിക്ക് കത്ത് ഇങ്ങനെ വരില്ല, അതിന്റെ താഴെ ഏപ്പിന്റെ റബ്ബർ സീലും. അങ്ങനെയല്ല ഉണ്ടാല്? സുഹൃത്തുക്കളെ, ഇതിന്റെ പേരിലുണ്ടായ എല്ലാ ബഹളവും പോയി കഴിഞ്ഞു. ഇതിന്റെ പേരിലുള്ള എല്ലാ കേസും കോടതിയും ഒക്കെ തീരുമാനമായി. ആയി എന്ന് കണ്ടപ്പോ സംഗതി ചാടിയതാണ് കുണ്ടില് എന്ന് മനസ്സിലായപ്പോ മൂപ്പരെന്താ അറിയോ? പണ്ടൊരാളിങ്ങനെ വേക്കൊക്കെ എടുക്കാൻ പറഞ്ഞ് വന്ന് വണ്ടി കുണ്ടിച്ചാടിയപ്പോ കുണ്ടറായിട്ട് നിറഞ്ഞേ എന്നറിഞ്ഞ മാതിരി വേഗം മൂപ്പര് ഒറ്റ കൈകാര്യം ചെയ്യല. അത് തൊട്ടിലേക്ക് തട്ടിയിരിക്കുന്നു. ഏത് മൂപ്പര് കൊണ്ടുവന്ന ഫത്വേ കേട്ടോളി. ഞാനേ ഈ ഫത്വ കൊണ്ടത് അല്ലെങ്കിൽ തോട്ടിലിട്ട സാധനമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമുക്ക് ശരിക്കും മനസ്സിലായി. ഒന്നുകൂടി മൂപ്പര് പറഞ്ഞു എന്തറിയോ? ഇത് ആലു ഷെയ്ഖ് മുസ്ലിയാരാണ്. അപ്പൊ ഫൈസൽ മൗലവി ഓർമ്മപ്പെടുത്തി, പൊന്നാറ് സാലിസേ, ഇത് ഞാൻ കൊണ്ടുവന്നല്ല, ഇത് കൊണ്ടുവന്നാണ്, നീ കൊണ്ടുവന്നതാണ് എന്ന് ഫൈസൽ മൗലവി ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ കണ്ടോളി. ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ ഫത്വ എന്നോ തോട്ടിക്കുന്നതാണ് പറഞ്ഞിട്ടകളും ഞാനാ തോട്ടുന്നത്. ഞാനാ തോട്ടുമെടുത്തത്? ആരാണ് തോട്ടുമെടുത്തത്? എന്തിനാണ് കൊണ്ടുവന്നത്? ഇത് വല്ലാത്തൊരു അത്ഭുതമല്ലേ? സാധാരണ ഖുറാഫിറമും ചെയ്ത ഇക്കോളത്തിൽ ഒരു കിതാബ് വായിക്കാം. അല്ലോ ആ കിതാബിൽ അപ്പത്തിങ്ങനെ ഉണ്ടല്ലോ, ആ കിതാബ് ഞാൻ അംഗീകരിക്കില്ല. എന്ത് ന്യായം? മനസ്സിലായില്ലേ? അപ്പോ ഇതൊക്കെ കംപ്ലീറ്റ് ഖുറാഫികളുടെ രീതിയാ. അപ്പൊ ഇത് ഓർമ്മപ്പെടുത്തിയപ്പോ മൂപ്പർക്ക് വീണ്ടും തോട്ടിൽ കൊണ്ടുപോയി തട്ടിയത് മൂപ്പരനെടുത്തിട്ട് അതെനിക്കറിയാം, അത് ഇലാജുമായി ബന്ധപ്പെട്ടതാണ്. മോങ്ങത്ത് അധികം വിശദീകരണ യോഗങ്ങൾ നടക്കാത്തതുകൊണ്ട് ചിലപ്പോ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇലാജ് എന്ന് പറഞ്ഞാൽ ചികിത്സയൊക്കെ ഉണ്ടോ? സാലിസിത പറയണേ അല്ലെ? ഇലാജുമായി ബന്ധപ്പെട്ടതാണ്. ഇലാജിന്റെ സമയത്ത് മുഖാത്തബത്തുമായി ബന്ധപ്പെട്ടതാണ്. എന്താ മുഖാത്തബത്ത്? സംസാരം. ശൈത്താൻ ഒരാളെ ശരീരത്തിൽ കയറി, അയാൾ ഇളകുകയാണ്. ഇളകുമ്പോ അയാളോട് സംസാരിക്കുകയാണ് അല്ലെ? എന്താ? അയാൾക്ക് സ്വയം ദിക്റ് ചൊല്ലാനും പ്രാർത്ഥിക്കാനും എന്നുള്ള അവസ്ഥ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരാളെ ദിക്റ് ചൊല്ലിക്കൊടുക്കേണ്ടി വരും, പ്രാർത്ഥിച്ചു കൊടുക്കേണ്ടി വരും. അത് ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ളവർ ബഹുമാനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ടുകൊടുത്തിട്ടുണ്ട്. അതിന്റെ ആ ഫോട്ടോ കോപ്പി ഒന്ന് എടുത്തു വായിച്ചാൽ എന്റെ ബഹുമാനരായ കാരണവന്മാർ അടുത്ത സുബഹിന്റെ നേരത്ത് മുഖം പൊത്തിക്കരയും. ഇന്ന് രാത്രി വായിച്ച മോനോട് ക്ഷമ പറയും. ഗൾഫിലുള്ള മോനെ വിളിക്കും, മരുമോനെ വിളിക്കും, ഒക്കെ നടക്കും. പക്ഷേ പഠിക്കാനുള്ള ഒരു ചെറിയ മനസ്സിങ്ങൾക്ക് വേണമെന്ന് മാത്രം. ഇലാജിനെ സംബന്ധിച്ച് സാലിസ് പറയണ നിങ്ങൾ കേട്ടോളൂ. എനിക്കറിയാം ആലു ഷെയ്ഖ് അത്തംഹീദിൽ പറഞ്ഞത് എന്താണ്? ഇലാജിന്റെ സമയത്താണ് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച. ഇലാജുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് മൂപ്പര് എടുത്തുകൊണ്ടെന്നപ്പോ സദസ്സിലുണ്ടായിരുന്ന എന്റെ സുഹൃത്ത് പ്രിംറോസ് ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. വളരെ ചെറിയൊരു ചോദ്യം കേട്ടോളി. ഇലാജിന്റെ സമയത്തുള്ള ഫത്വയാണ് ആലു ഷെയ്ഖിന്റേത് എന്ന് ആണ് ഇവിടെ വ്യക്തമായത്. ആ സമയത്തുള്ള ഫത്വയാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാലിസ് ഉദ്ധരിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പിന്നെ ആ ഫത്വ തോട്ടിലെറിയണമെന്നും ആലു ഷെയ്ഖ് മുസ്ലിയാർ എന്നുള്ള പ്രയോഗമെല്ലാം അത് ഒരു ക്ഷമാപണത്തോടെ പിൻവലിക്കേണ്ടതില്ല എന്ന് ചോദിക്കണം. അതേപോലെ തന്നെ ഞാനതിൽ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം എന്താ വെച്ചാൽ, ഈ ചോദ്യത്തിൽ പിന്നെ സാലിസ് പറഞ്ഞു ഈ ഇലാജ് ചെയ്യുന്ന സമയത്ത് ശിർക്കാകുന്നതും ശിർക്കാകാത്തതുമായ 2 തരം ഇലാജ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഇസ്തിയാനത്തുണ്ട് എന്ന് പറഞ്ഞു. അത് ഏതാണ് എന്ന് വ്യക്തമാക്കണം. അതിന്റെ മാനദണ്ഡം എന്താണെന്ന്. ചോദ്യം വീണ്ടും മർമ്മത്തേക്ക് വന്നപ്പോ എല്ലാം ശിർക്ക്, മൊത്തം ശിർക്ക്, ജിന്നിനോടുള്ള എല്ലാം ശിർക്ക് എന്ന് പറഞ്ഞു നടന്ന ആളുകൾ അവരതാ പറയുന്നു ഇലാജിന്റെ സമയത്ത് 2 ഉണ്ട്. അതിന്റെ ആയത്തെവിടെ? അതിന്റെ ആയത്തെടുക്ക്. ഇലാജിന്റെ സമയത്ത് മാത്രം 2, അല്ലാത്ത എല്ലാ കോണ്ടെക്സ്റ്റിലും അത് മൊത്തം ശിർക്ക് എന്നതിന്റെ ആയത്തെടുക്ക്.
ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ഓതി നടന്നവർ എവിടെ പോയി? ഇയ്യാക നഅ്ബുദു എവിടെ പോയി? പറയട്ടെ സാലിസ്. റാഖിയുടെ ചോദ്യം, ആ റാഖിയുടെ ചോദ്യങ്ങളിൽ ശിർക്കായതുണ്ട്, അല്ലാത്തതുണ്ട്. റാഖിയുടെ അത് ഞാൻ വിശദീകരിക്കാം. ആയതല്ലാത്തതും എനിക്കറിയാവുന്ന ആ വിഷയം ഞാൻ ആ മേഖലയിൽ ഞങ്ങൾക്ക് പറയാം. എന്നാ റാഖിയുടെ ചോദ്യം, ആ റാഖിയുടെ ചോദ്യങ്ങളിൽ ശിർക്കായതുണ്ട്, അല്ലാത്തതുണ്ട്. അയച്ചോടിക്കും കത്ത്, സാലിസിന് അയക്കും കത്ത്. അഡ്രസ് അറിയില്ലേ? അഡ്രസ് അബ്ദുറഹ്മാൻ സൽഫിക്ക് അറിയാലോ, അദ്ദേഹം അയച്ചു കൊടുക്കട്ടെ. ഞങ്ങൾ ഇങ്ങനെ ഒരിത്തിരി ആത്മരോഷം പ്രകടിപ്പിക്കാൻ കാരണം എന്താ അറിയോ? കത്ത് കയ്യിൽ കിട്ടി അത് പൊട്ടിച്ചു വായിക്കുമ്പോൾ രാത്രിയും പകലും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടധ്വാനിക്കുന്ന 60ഉം 70ഉം വയസ്സുള്ള കാരണവന്മാരും ചെറിയ കുട്ടികളും അവരനുഭവിക്കുന്ന മനോദുഃഖത്തിന്റെയും വേദനയുടെയും ആഴം കാറിൽ കയറി ആ ഓഫീസിൽ നിന്ന് വന്ന് വീട്ടിലിറങ്ങി വീട്ടിൽ നിന്ന് വീണ്ടും കാറിൽ കയറി ഓഫീസിൽ പോകുന്നവർക്ക് ചിലപ്പോൾ അറിയില്ല. മനസ്സിലായില്ലേ? പക്ഷേ ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് അറിയും ഞങ്ങൾ വിചാരിച്ചിരുന്നു. കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ പണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കുറെ. അതുള്ളതുകൊണ്ടാ പറയുന്നത് അല്ലെ? ഇനി സുഹൃത്തുക്കളെ, അവസാനം ഇനിയുണ്ട്. ഇത് പുളിക്കൽ ഞങ്ങൾ ചോദിച്ചതും ബാക്കിയുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല. ഈ ചോദ്യം പുളിക്കൽ വീണ്ടും ചോദിച്ചു ഞങ്ങള്. അപ്പം എല്ലാം അനീഫ് കായ്ക്കൂടി വന്നിട്ട് അത് മൊത്തം ശിർക്കാന്നാ പറഞ്ഞു. അപ്പൊ സാലിസ് ഔട്ട് അല്ലേ? അബ്ദുറഹ്മാൻ സൽഫി സംവാദത്തെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. ഒരു കുട്ടിനെ റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടിട്ട് കൈകാര്യം ചെയ്തെന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. കേട്ടോളി. ഞങ്ങളുടെ പണ്ഡിതനില്ലാത്ത ഒരു എളിയ പ്രബോധകനായ പ്രവർത്തകനായ സാലിസ് വാടാനപ്പള്ളിയെ വിളിച്ച് ഒരു റൂമിൽ സ്വകാര്യമായിരുത്തി അവിടെ വെച്ച് നിലംപരിശാക്കി വിജയം ആഘോഷിക്കാമെന്ന് വിചാരിച്ച് നടന്ന ഫൈസൽ മുസ്ലിയാർ അവിടെ തറവറ്റിയപ്പോൾ അതിൽ നിന്ന് തലപൊക്കാൻ വേണ്ടി കണ്ട രീതിയാണ് മറ്റൊരു സംവാദത്തിനുള്ള വെല്ലുവിളി. വിചാരിച്ച് നടന്ന ആളുകളെ സാലിസ് എന്ത് ചെയ്തു? സാലിസ് അദ്ദേഹം പിന്നെ നിലംപരിശാക്കിയത് അപ്പൊ നിങ്ങൾ കണ്ടേ. മനസ്സിലായില്ലേ? ഇവിടെ വളരെ ചെറിയൊരു കുട്ടി, വിവരമൊന്നും ഇല്ലാത്ത ഒരാള് ആരെ വരാൻ പറഞ്ഞ് റൂമിൽ ഞങ്ങൾ കൊണ്ടേ പിടിച്ചിരുത്തിയല്ല. നിച്ച് ഓഫ് ട്രൂത്തിന്റെ അക്ബർ സാഹിബ് പിന്നിലുണ്ട്. സത്യസന്ധത അല്പമെങ്കിലും അക്ബർ സാഹിബെ അങ്ങേക്കുണ്ടായിരുന്നെങ്കിൽ ഒരു കുറിപ്പെടുത്തിട്ട് പറയായിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഓഫീസിൽ വെച്ച് നടത്തേണ്ട സംവാദം ഒന്നുകൂടി ഔദ്യോഗികമായി പോകുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് മാറ്റി. ബഹുമാനനായ ഹൈദർ അലി സാഹിബിനെ വിളിച്ച് പെർമിഷൻ ചോദിച്ചു. അദ്ദേഹം അനുവദിച്ചു. അദ്ദേഹം അതിൽ മധ്യസ്ഥനായിരുന്നു. ഈ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് സ്വീകരിക്കുന്നതിന്റെ മുമ്പ്. മനസ്സിലായില്ലേ? അങ്ങനെ നടത്തി. അതിൽ എന്താ ഇതൊക്കെ തെളിഞ്ഞല്ലോ. അപ്പൊ കുട്ടിയല്ലാത്ത ഒരാളെ ഞങ്ങൾക്ക് എവിടെ കിട്ടി? കോയിച്ചനെ കിട്ടി. ഇതിപ്പോ കുട്ടിനോട് ചോദിച്ചുകൊണ്ടാണല്ലോ അതൊക്കെ തെളിഞ്ഞ്. കുട്ടിയല്ലാത്ത മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന് ഇത് പൊളിക്കാൻ വേണ്ടി സിദ്ധാന്തം ഉണ്ടാക്കി വന്ന ആള് അയാള് കിട്ടിയപ്പോ ഞങ്ങൾ കോയിച്ചനെ ചോദിച്ച ചോദ്യങ്ങൾ കേട്ടോളി. ഇനി മൂന്നാമത്തെ ചോദ്യം അതിനെ കൂടെ ചോദിക്കുന്നു. മൂന്നാമത് ചാൻസ് ഉണ്ടല്ലോ, ആ ചാൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു. സുല്ലമി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. മൂന്നാമത്തെ ചോദ്യം എന്താണെന്നോ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും സാലിസ് വടകപ്പള്ളിയുമായി ഒരു സംവാദം നടന്നിരുന്നു. അവിടെയും വിഷയം ഇത് തന്നെയായിരുന്നു. ഈ വിഷയം അവിടെ വന്നപ്പോൾ അതിൽ സംസാരിച്ചപ്പോൾ അവിടെ സാലിസ് വടകപ്പള്ളി പറഞ്ഞു, റുഖിയന്റെ വിഷയമാണെങ്കിൽ, ഇലാജിന്റെ വിഷയമാണെങ്കിൽ പാണ്ടിക്കാട്ട് റുഖിയല്ല, റുഖിയ ശർഇയ്യ. റുഖിയ ശർഇയ്യയുടെ വിഷയമാണെങ്കിൽ അവിടെ ജിന്നിനുള്ള ചോദ്യങ്ങൾ ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. ഇലാജിന്റെ വിഷയത്തിൽ, റുഖിയന്റെ വിഷയത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കുമ്പോൾ ആ ഇസ്തിആനത്തിൽ മിൻഹാ മാ ഹുവ ശിർകുൻ വ മിൻഹാ മാ ഹുവ സിത്റു ശിർകി, ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയായതുണ്ട്. അത് ഞാനും അംഗീകരിക്കുന്നുവെന്ന് ആദ്യം തോട്ടിക്കെന്നെങ്കിലും പിന്നെ അവൻ സമ്മതിച്ചിരുന്നു. അത് നിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ സംവാദം മൊത്തം കണ്ടിട്ട് ഇതിന് അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾ പ്രദർശിപ്പിക്കൂ എന്ന് ഞങ്ങൾ പല സ്ഥലത്ത് ചോദിച്ചിരുന്നു. എന്തേ ഉണ്ടാത്തത്? കുട്ടിയൊന്നല്ലാത്ത, റൂമിൽ അടച്ചു പൂട്ടിയതല്ലാത്ത ഒരാളെ കിട്ടിയപ്പോ അദ്ദേഹം തൊട്ടതന്നല്ല ഈ ചോദ്യം. ഈ ചോദ്യം തൊട്ടാൽ നിങ്ങളുടെ 2012 പുതിയ ആർട്ടിഫിഷ്യൽ തൗഹീദ് പൊളിയും. കരിവള്ളി മുഹമ്മദ് മൗലവി പത്രദ്വാര അദ്ദേഹം പറഞ്ഞു, ഇവിടെ വിശ്വാസപരമായി ആർക്കൊരു പ്രശ്നവും വന്നിട്ടില്ല, തൗഹീദിൽ ആർക്കും തകരാറില്ല എന്ന ആശയം അദ്ദേഹം എന്തുകൊണ്ടാ പറഞ്ഞത്? വയസ്സ് 90 30കാരനേക്കാളും ശക്തമായ ബുദ്ധിയും വീക്ഷണവും നിലപാടുണ്ട്. അതുകൊണ്ടാ നിങ്ങൾ പുറത്താക്കോ കരിവള്ളി മുഹമ്മദ് മൗലവിനെ? അല്ലേ? കേരളത്തിൽ പല ടിൻഡുമോ വിറ്റുകൾ കാണിച്ചുകൊണ്ടിട്ടുണ്ടല്ലോ. പുറത്താക്കിയപ്പോ കാണാം വിവരം. അപ്പൊ കാണാ അല്ലേ? അദ്ദേഹത്തെ എടുത്ത് പുറത്ത് കിട്ടാൽ അപ്പൊ കാണ വിവരം. സുഹൃത്തുക്കളെ, ഞങ്ങള് വിട്ടില്ല. പത്തപ്പരിയത്ത് കുറെ കഷ്ടപ്പെട്ടിട്ട് ഒരാളെ കിട്ടി.
ആ കഷ്ടപ്പാടൊക്കെ കൂടെ അവിടെ കാണിക്കാൻ വയ്യ. ശരിക്ക് അധ്വാനിച്ചിട്ടുണ്ട്. ബാലവേദി കുട്ടി മുതൽ ഫൈസൽ മൗലവി വരെയുള്ള എല്ലാവരും. ബാലവേദി കുട്ടി റോട്ടിൽ നിന്ന് കാണുന്നിടത്തൊക്കെ അല്ല അബ്ദുറഹ്മാൻ സൽഫി ഇപ്പൊ വരുമോ സംവാദത്തിന്? ഫേസ്ബുക്കുകാരി അവിടെയും എവിടെ അബ്ദുറഹ്മാൻ സൽഫി എന്ന് ചോദിച്ച് അദ്ദേഹത്തെ പിടിച്ചിരുത്തി കൊണ്ടുപോയി. അബ്ദുറഹ്മാൻ സൽഫി ഇൻസൾട്ട് ചെയ്യാനല്ല, മറിച്ച് അബ്ദുറഹ്മാൻ സലഫി പറയുന്നതാണ് ആദർശമെന്ന് വിചാരിക്കുന്ന മുജാഹിദുകൾ അവര് ഹൃദയം കൊണ്ട് ശിർക്ക് ചെയ്ത് ജീവിക്കുകയാണ്. ഫൈസൽ മൗലവി ഇവിടെ പറയും എങ്ങനെയാണ് പുതിയ തൗഹീദ് വഴി 2012 മുതൽ ഹൃദയം കൊണ്ട് ശിർക്ക് ചെയ്യുന്നത് എന്ന്. അതിൽ നിന്ന് രക്ഷിക്കണം. ഒന്നിച്ചുറങ്ങിയവർ, ഒന്നിച്ചടപെട്ടവർ, അവർക്ക് നാളെ സ്വർഗപ്രവേശനം കിട്ടണം. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ വേണം ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തോടും ഈ അർത്ഥത്തിൽ ചോദ്യങ്ങൾ വന്നു. ഇസ്തിംതാവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം നിങ്ങളൊന്ന് കേട്ടോളൂ. രണ്ടാമത്തെ ചോദ്യം, ഈ ആയത്തിൽ പറഞ്ഞ ഇസ്തിംതായിൽ ഇസ്തിആനത്ത് ഉൾപ്പെടുമോ ഇല്ലേ? കാരണം ഇസ്തിംതാ ശിർക്കായതും വസീലായതും ഉണ്ടെന്ന് നിങ്ങളും സമ്മതിക്കുന്നു. എങ്കിൽ ആ പറഞ്ഞ ഇസ്തിംതായിൽ, ആയത്തിൽ പറഞ്ഞ ഇസ്തിംതായിൽ ഇസ്തിആനത്ത് ഉൾപ്പെടുമോ ഉൾപ്പെടില്ലേ? നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. നിങ്ങൾ വ്യക്താക്കേണ്ടതുണ്ട്. പക്ഷെ മുമ്പ് വ്യക്താക്കിയിട്ട് വല്ലാതെ വ്യക്തായില്ല. ആദ്യം മുമ്പ് പറഞ്ഞ മറുപടി ഇസ്തിംതാഴ് നമ്മളെ ചർച്ചാ വിഷയം തന്നെയല്ല, അതിൽ പലതും ഉണ്ട്, നമ്മളെ മേലെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്നാ. അഭിപ്രായ വ്യത്യാസം ഉണ്ട്. മഞ്ചേരിയിലും പല സ്ഥലങ്ങളിലും ഞങ്ങൾ നിങ്ങളുടെ ഈ വൈരുദ്ധ്യം, സംവാദത്തിൽ പറഞ്ഞതും പുളിക്കൽ പറഞ്ഞതുമായ വൈരുദ്ധ്യം കാണിച്ചിട്ടുണ്ട്. അവസാനം ഞങ്ങൾക്ക് കാണേണ്ടിയിരുന്നു വേദനിക്കുന്ന ആയിരക്കണക്കിന് കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർക്ക് ഈ ഒരൊറ്റ മനുഷ്യന്റെ അജണ്ട കൊണ്ട് സ്വന്തം വാപ്പ വെറുത്തുപോയ മക്കൾക്ക്, സ്വന്തം ഉമ്മ മാനസിക രോഗിയാവാൻ കാരണക്കാരനായ ഈ മനുഷ്യന്റെ ചുണ്ടിൽ നിന്ന് കേൾക്കേണ്ടിയിരുന്നു ജിന്നിനോടുള്ള ഇസ്തിആനത്തുകളിൽ വസീലയായതും അല്ലാത്തതുമുണ്ടെന്ന്. ആ നിമിഷം കാത്തിരുന്നവർക്ക് മുന്നിൽ അദ്ദേഹം രംഗപ്രവേശനം ചെയ്തപ്പോ വായിന്നറിയാതെ എന്റെ മലയാളത്തിലുള്ള അർത്ഥം വന്നു. അടുത്ത സ്റ്റെപ്പിൽ അറബിയും വന്നു. അറബി വന്നപ്പോ മെല്ലെ അദ്ദേഹം വിഴുങ്ങി പോയി. കണ്ടോളി. ഇസ്തിംതാഇല് ഇസ്തിആനത്ത് പെടും. ശിർക്കായ കാര്യമാണ്. പരസ്പരം ഉപകാരം എടുത്തതെങ്കിൽ അത് ശിർക്കാണ്. ശിർക്കല്ലാത്ത ശിർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ, ശിർക്കല്ലാത്ത ശിർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ, ശിർക്കല്ലാത്ത ശിർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് ശിർക്കല്ലാത്ത ഇസ്തിംതാ ആണ്. അതേപോലെ തന്നെ ഹറാമാണ്. പിശാച് ദുർബോധനം നടത്തി ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കുമല്ല, അത് ശിർക്കുമല്ല, അത് ശിർക്കുമല്ല, നേരെ മറിച്ച് ഹറാമായ കാര്യമാണ്, ഹറാമായ കാര്യമാണ്, ഹറാമായ കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിന് സ്വഭാവം. അപ്പോ ആ വിഴുങ്ങിയതെന്താ നിങ്ങൾ പുളിക്കെന്ന് ചോദിച്ചിരുന്നു. 51ാമത്തെ ചോദ്യം ഇവിടെയും ചോദിക്കാണ്. വാബാ ആണ് പോയി. പക്ഷേ അങ്ങനെ പറഞ്ഞാ പോരാ. അങ്ങനെ പറഞ്ഞാലും വാപ്പാര് സമ്മതിക്കൂല. അബ്ദുറഹ്മാൻ സൽഫി സമ്മതിച്ചിട്ടുണ്ട് ഇപ്പ അല്ലേ? എന്നാലെങ്കിലും അവനൊന്ന് പെരി കയറാലോ, എന്നാലെങ്കിലും വാപ്പ അവനോട് ചിരിക്കുമല്ലോ. അതുകൊണ്ട് ബഹുമാനായ ഫൈസൽ മൗലവിയെ കേരളത്തിൽ ആയിരക്കണക്കിന് മുജാഹിദുകൾ പ്രാർത്ഥിച്ചേൽപ്പിച്ച ദൗത്യം അദ്ദേഹം നിർവഹിച്ചു. സാലിഹ് ആലു ഷെയ്ഖിന്റെ ഫത്വ തന്നെ എടുത്തുദ്ധരിച്ച് വിഷയം ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ സൽഫി കുടുങ്ങിയപ്പോ മൂപ്പര് കുടുങ്ങിയത് നമ്മളാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. വായിച്ചിട്ട് അർത്ഥം പൂർത്തിയാകണില്ല. ഇനി നിങ്ങൾ അർത്ഥം വെക്കണ്ട. കേരളത്തിലെ മുജാഹിദുകൾക്ക് സാലിഹ് ആലു ഷെയ്ഖ് ഹഫ്ളഹുള്ളയുടെ വാചകം മനപ്പാടമുണ്ട്. ഞങ്ങളത് പഠിപ്പിച്ചു. അതിൽ ഇസ്തിആനത്തു ബിൽ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ലോകപ്രസിദ്ധ ഫത്വ ഓരോ സാധാരണക്കാരനും കാണാതെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ അബ്ദുറഹ്മാൻ സൽഫി വായിച്ച് പഠിപ്പിച്ചു കൊടുത്തതാ. കണ്ടോളി. കുടുങ്ങി. ആരാ കുടുങ്ങിയത്? പിടിച്ചോ. ഇപ്പൊ ആലു ഷെയ്ഖിനല്ലേ നമുക്കെതിരില് വലിയ രേഖയായിട്ട് കൊണ്ടുവന്നത്. ആ ആലു ഷെയ്ഖ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട്, ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ്. വലിഹാദാ നഖൂലു, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന തിൽക്കൽ ഇസ്തിആന بجميع أنواعها لا تجوز فمنها ما هو شرك كالاستعانة بشياطين الجن يعني الكفار ومنها ما هو وسيلة إلى الشرك كالاستعانة بمسلمي الجن. ഇത് ഞാൻ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതല്ല ഞാൻ പറയുന്നത്. ഇത് അംഗീകരിക്കുന്ന മുസ്ലിയാർ ഉദ്ധരിച്ച തെളിവും മുസ്ലിയാർ അന്ന് പറഞ്ഞ തെളിവും രണ്ടും വൈരുദ്ധ്യമാണ്. അല്ലയോ മുസ്ലിയാരെ,
യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും എന്ന് പറഞ്ഞ ആ ജിന്ന് മുസ്ലിം ജിന്നാണോ? ഒരുപക്ഷെ മുസ്ലിയാർ ഇവിടെ മലക്കം മറിയും. മുസ്ലിം ജിന്നും കാഫിർ ജിന്നും ഒന്ന് തന്നെയാണ്, ഹുക്കും ഒന്ന് തന്നെയാണ്, രണ്ടും ശരി തന്നെയാണ്, രണ്ടു കൂട്ടരോടുള്ള ചോദ്യവും ഒരുപോലെയാണ്. മലക്കം മറിഞ്ഞാൽ ആലു ശൈഖ് പിടിക്കും. അബ്ദുറഹ്മാൻ സലഫി മാത്രല്ല, നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് നിങ്ങളെ പിടിക്കും. മുസ്ലിയാരെ ആലു ശൈഖ് പിടിക്കും എന്നറിഞ്ഞ ശരിയാ, കാരണം ആലു ശൈഖ് പിടിച്ചു. ഇത് ഈ ആയത്തിൽ കാഫിർ ജിന്നിനെ പറ്റിയാണ്, ചോദിച്ച ചോദ്യം മുസ്ലിം ജിന്നിനെ പറ്റിയാണ്. ഫത്വൊക്കെ ഉണ്ട്, അതൊക്കെ റെഡി തന്നെയാണ്. ആദ്യം പ്രമാണമല്ല എന്ന് പറഞ്ഞപ്പോ പ്രമാണം ഓതി കൊടുത്തു അല്ലേ? പിന്നെ ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ആലു ശൈഖ് പിടിക്കും എന്നറിഞ്ഞല്ലോ. ആലു ശൈഖ് പിടിക്കുമല്ല, ശരിക്കു പിടിച്ചു. വേറെ കിതാബ് എന്നല്ല, ഇതേ കിതാബ് എന്ന് പിടിച്ചു. ഇതേ കിതാബിലെ വേറെ പേജ് എന്നല്ല, ഇതേ പേജ് എന്ന് പിടിച്ചു. 8 വരി മേലെ ബഹുമാനനായ ഫൈസൽ മൗലവി ഈ വിഷയത്തിൽ കാഫിർ ജിന്നും മുസ്ലിം ജിന്നും ഒക്കെ എങ്ങനെ എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. കേട്ടോളി. ആലു ശൈഖ് വൈരുദ്ധ്യം പറഞ്ഞൊന്ന് വെട്ടി തീർക്കാൻ അപ്പ ശ്രമം. ഇത് ആലു ശൈഖ, ഇത് അബ്ദുറഹ്മാൻ സലഫി അല്ല. ആലു ശൈഖ് വ്യക്തമായി പഠിപ്പിച്ചു, ഇത് ഇസ്തിആനത്ത്, ഇത് അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി സവാഅൻ അകാനു മുസ്ലിമീന അം ഗൈറു മുസ്ലിമീന വസിലത്തു മിൻ വസായിൽ ശിർക്കി. നിങ്ങൾ വായിച്ചത് 8 വരി മേലെ. മുസ്ലിം ആവട്ടെ കാഫിർ ആകട്ടെ ഇവിടെ തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ ഒരു പടക്കം കൂടിയാണ് പൊട്ടിക്കുക. ഒളുവും കുളിയൊക്കെ മുറിയണ കണ്ടോളി. നേരെ മറിച്ചത് മറ്റത് മറച്ചു വെക്കാൻ ഈ ചോദ്യം കൊണ്ട് അത് കഴിയൂല. പണ്ടൊരു മൗലിയാര് മിമ്പറിന്റെ മോളിന്ന് ഒളു മുറിഞ്ഞു ഉറക്കെ. അപ്പൊ മൂപ്പര് ഇപ്പൊ ആരെ ഒതുവ മുറിഞ്ഞു സലഫി? ഒന്നാകെ മുറിഞ്ഞു, ഒതുവ് മാത്രല്ല കുളിയും മുറിഞ്ഞു. ഇവിടെ എല്ലാം മുറിഞ്ഞു. കാരണം എന്താ? ഇപ്പൊ മൂപ്പര് വായിച്ചെന്താ? കാഫിർ ജിന്നാണോ ശിർക്ക്, മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക്? ഞങ്ങള് വരെ അത്ര പറഞ്ഞിട്ടില്ല. ഇതേ ആവശ്യം അൽഹംദുലില്ലാ അബ്ദുറഹ്മാൻ സലഫി. സുഹൃത്തുക്കളെ, അപ്പൊ ഏകദേശം എന്ത് ചെയ്തു? പത്തപ്പരിയം സംവാദം എന്ത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി അല്ലേ? കൃത്യമായി മനസ്സിലായി. ഒരു സംവാദം പോലും, ഒരു മുഖാമുഖം പോലും 10 മുഖാമുഖത്തിലധികം നടത്താൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഒന്നാമത്തെ പരസ്യ ഗ്രൂപ്പ് മീറ്റിംഗ് കൊടുവള്ളിയിൽ വെച്ച് നടത്തിയപ്പോൾ പറഞ്ഞു. കൊടുവള്ളിയിലെ പ്രസംഗം, കൊടുവള്ളിയിലെ കുറച്ചാളുകൾ എന്ന് പറഞ്ഞ് കേരളത്തെ മൊത്തം കേൾപ്പിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിലിരുന്ന്, ബസ്സിലിരുന്ന്, വീട്ടിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് മുജാഹിദുകൾ. പടച്ചോനെ, ഇത് റോട്ടിലേക്ക് എത്തിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. തൊട്ടടുത്ത ദിവസം രാവിലെ 9 മണി മുതൽ 12 മണി വരെ, രാത്രി 12 മണി വരെ അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും അഴിഞ്ഞാടി. പ്രിയപ്പെട്ടവരെ, ആ ദുരന്തം നടന്ന അന്ന് അനസ് മൗലവി പറഞ്ഞതാ. ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കണില്ല. എന്തറിയോ? ഇവിടെ മുഖാമുഖങ്ങൾ 10-ലധികം നടത്താൻ പറ്റൂല, സംവാദം നടത്താൻ പറ്റൂല അല്ലേ? എത്ര മുഖാമുഖായി? 200-ലേക്ക് എത്തുന്നു. അപ്പൊ ദുബായ് പിന്നെ മുഖാമുഖത്തിൽ നിന്ന് എന്താ പറയാ? അനസ് മൗലവിന്റെ പുതിയ പ്രതികരണം, ഇത് സുലൈമാൻ സഖാഫി പണ്ട് പറഞ്ഞതാണ്. എന്ത് 200-ആയി, 201-ആയി? 200-ആയി എന്ന് പറയാൻ കാരണമുണ്ട്. ഒരൊറ്റ മുഖാമുഖവും കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. തൗഹീദ് പൊളിഞ്ഞു. ഖുറാഫികളോട് ഇനി സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ എന്നെ ഉദ്ധരിച്ചത്. മനസ്സിലായോ? അത് കഴിഞ്ഞ് നന്ദി കഴിഞ്ഞ് ആ നന്ദി കഴിഞ്ഞ് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ത്വരീഖത്തുകാരുമായി പരസ്യ സംവാദം എവിടെ? പരപ്പനങ്ങാടിയിൽ നടന്നു. 29-ന് മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് പട്ടാമ്പിക്കടുത്ത് ബഹുമാനരായ കാന്തപുരം വിഭാഗത്തിലെ സുഹൃത്തുക്കളുമായി നബിദിനത്തിന്റെ വിഷയത്തിൽ സംവാദം നടത്തുന്നു. സംവാദങ്ങളിൽ നിന്ന് സംവാദങ്ങളിലേക്ക് പോകുന്ന വൈജ്ഞാനിക പർവ്വതങ്ങളാണ് ഞങ്ങൾ എന്നതല്ല അവകാശവാദം. മറിച്ച് വിനയപൂർവ്വം ഈ ദീനിനെ സമൂഹത്തിന്റെ മുന്നിലെത്തിക്കാനുള്ള എളിയ ശ്രമങ്ങൾ. സംഘടനാ ഓഫീസും ആസ്ഥാനവും ലെറ്റർ ഹെഡും ഒക്കെ ഒരു പ്രത്യേക വിഭാഗം കൈകാര്യം ചെയ്തപ്പോഴും വളരെ ശക്തമായ സംഘടനാ സംവിധാനത്തിന്റെ നേരെ അതിലേറെ വ്യവസ്ഥാപിതമായ സംഘടിതമായ പ്രവർത്തനം കൊണ്ട് ആരെങ്കിലും ഒരാള് ഒറ്റയ്ക്ക് നയിച്ച യുദ്ധം കൊണ്ടല്ല, മറിച്ച് ശാഖ തൊട്ട് സംസ്ഥാനം വരെ പ്രവാസികളടക്കമുള്ള ആയിരക്കണക്കിന് സ്ത്രീകളടക്കമുള്ള 10,000-കണക്കിന് മുജാഹിദുകളുടെ പ്രാർത്ഥന, വാട്ടർ ബെഡിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചവൻ മുതൽക്ക് രാത്രി പോസ്റ്റ് ഒട്ടിച്ചവൻ വരെ, ആക്ഷേപങ്ങളെ നെഞ്ചിലേറ്റി വിശദീകരിച്ചവർ വരെ നിൽക്കുന്ന മുന്നേറ്റത്തിലൂടെ നീളുന്നു, തുടരുന്നു. മെയ് 11 കൂടെ മുജാഹിദുകളുടെ സമ്പൂർണമായ ഒരു പുതിയ ദഅവ പ്രൊജക്ടിന്റെ പ്രഖ്യാപനവുമായി മുജാഹിദുകൾ പോകുമ്പോഴാണ് കരിമ്പിലാക്കലിന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ കൂടെ കേട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ അവിടെ നിൽക്കുന്ന കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന വ്യതിയാനങ്ങളിൽ നിന്ന് ആ വ്യതിയാനം പൂർണ്ണമായി സംഭവിച്ചിരിക്കുന്ന നിങ്ങൾ മാറിയെന്നപ്പോ
കുറച്ചു ഭാഗം ആളുകൾ നേരെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആദർശപരമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സിഹിർ അടക്കമുള്ള ജിന്ന് വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിശുദ്ധ ഖുർആന്റെയും പ്രവാചകത്തിന്റെയും നിലപാടിലേക്ക് അവരെന്നല്ല നിങ്ങൾ വന്നാൽ പോലും ഞങ്ങൾക്ക് പരസ്പരം കൂടിയിരിക്കുവാൻ പ്രയാസമുണ്ടാവില്ല. അപ്പൊ ഇവര് പറയണേ ആ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വന്നാലിതാ റെഡിയാണ്. ആയത്ത് മുറിച്ച് സിഹിറിന്റെ വിഷയത്തിൽ വന്നു. മൻഹജ് എന്തിനാന്ന് ചോദിച്ച്, മൻഹജ് ഖുർആനും സുന്നത്തുമല്ലാത്തൊരു മൻഹജ് എന്തിനാ എന്ന് ചോദിച്ച് ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി തന്നെ വന്നു. ഇല്ല എന്ന് നിങ്ങൾ പറയണ അന്ന് ഞങ്ങളത് കേൾപ്പിക്കും. എവിടെ, എപ്പോ, എങ്ങനെ എ പി പറഞ്ഞു എന്ന് കേൾപ്പിക്കും. ചിലത് ഒന്ന് വെയിറ്റിംഗിലിടാണ്ട് എന്നിട്ട് മതി. മനസ്സിലായില്ലേ? എ പിക്ക് ഇതിന്റെ അപ്പുറത്ത് വേറെ വല്ലതും വിശദീകരിക്കാണ്ടെങ്കിൽ വിശദീകരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അതല്ല, അതെനിക്ക് പറ്റിയ അബദ്ധമാണ്, ചില കുട്ടികൾ അങ്ങനെ പറയുന്നുണ്ട് എന്ന് എ പി പറഞ്ഞാൽ പിന്നെ ആ ക്ലിപ്പ് പുറം ലോകം കേൾക്കൂല. ഞങ്ങൾക്കിത് ദ്വന്ദ്വയുദ്ധമല്ല, ആദർശപരമായ തിരുത്തലുകളാണ്. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും ആ ഐക്യം നടക്കുന്നു. അതുകൊണ്ടാണല്ലോ ടി പി ഐക്യാഹ്വാനം നടത്തിയത്. ഐക്യാഹ്വാനം നടത്തി. ടി പി ഐയുടെ ഐക്യാഹ്വാനം നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി ബഹുമാനായ സലാം സുല്ലമി അത് സ്വീകരിക്കുകയും ചെയ്തു, അല്ലെ? അതുകൊണ്ട് ഇവിടെ ഒരു അധ്യായം പൂർണ്ണമാകുന്നു. എന്തിന് പുകച്ച് പുറത്തു ചാടിച്ചു? ഈ ഐക്യം നടക്കണം. ചെറുപ്പുള്ളശ്ശേരി പള്ളി മുതൽ ഓരോ ശാഖ വരെയും ആ ഐക്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ആ സന്തോഷമൊന്നുമില്ല. പക്ഷേ ഈ കുഫറും ശിർക്കും കംപ്ലീറ്റ് ഒന്നിച്ച് ഐക്യത്തിലാകുമ്പോൾ ഞങ്ങൾക്കൊരൊറ്റ ഡോസേ ഒരു നാട്ടിൽ ആവശ്യമുള്ളൂ എന്ന ഒരു ചെറിയ സന്തോഷത്തോടൊപ്പം വഴിപിഴച്ചു പോകുന്നല്ലോ എന്ന അഗാധമായ ദുഃഖം മാത്രമേ ഞങ്ങളുടെ ഹൃദയത്തിലുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ